ഖുർആനിക ജീവിതത്തിൽ ഉസ്താദിന് ഏറ്റവും കൂടുതൽ സംതൃപ്തി കിട്ടിയ ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ ഒരുപാട് നിമിഷങ്ങളുണ്ട്. ചില വിദ്യാർത്ഥികളൊക്കെ ഖിറാഅത്ത് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കരഞ്ഞു പോകും. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇതാണ്, ഇതിനോട് പ്രത്യേകത ഉണ്ട്. അപ്പോൾ എൻ്റെ മനസ്സാകപ്പാടെ മാറും. അപ്പോൾ ഇതൊരു അള്ളാഹു ചെയ്ത നിയമത്തല്ലേ എന്ന് ഞാൻ കരുതി പോകും ആ സമയത്ത്. അപ്പോൾ ആ നിയമത്തെ നമ്മളങ്ങനെ ഇട്ട് പോകുന്നു, ആ ചിന്ത വരുമ്പോൾ ഈ ഒത്തു നിർത്താതെ പോയത്, അതാണ് ഉദ്ദേശം. വിശുദ്ധ ഖുർആൻ പഠിതാക്കൾക്ക് എന്നും ഒരു ആശ്രയ കേന്ദ്രമാണ് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ മർക്കസുൽ ഫാറൂഖി എന്ന സ്ഥാപനം. ആ സ്ഥാപനത്തിൻ്റെ സ്ഥാപകൻ ഖുർആൻ പണ്ഡിതനുമായിട്ടുള്ള അബ്ദുറസാഖ് ഉസ്താദാണ് ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നത്. ഉസ്താദിനെ സ്നേഹപൂർവ്വം സുപ്രഭാതം ഓൺലൈനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഉസ്താദിനെ സ്വാഗതം. മർക്കസുൽ ഫാറൂഖിയുടെ ഒരു പ്രവർത്തനത്തിൽ നിന്ന് തന്നെ ഉസ്താദിലേക്ക് വരാമെന്നാണ് എനിക്ക് തോന്നുന്നത്. മർക്കസുൽ ഫാറൂഖി കേരളത്തിൽ അറിയപ്പെട്ട, അല്ലെങ്കിൽ കേരളത്തിലെ ഖുർആൻ പഠിതാക്കൾക്ക് ആദ്യമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ആദ്യത്തെ ഓപ്ഷനായിട്ട് ഇന്ന് കേരളത്തിൽ മാറിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു മാറ്റത്തെ സാധ്യമാക്കിയെടുത്തതിനൊരു സ്ഥാപനം എന്ന നില, അതും ഉസ്താദിൻ്റെ ഒരു എഫേർട്ട് കൊണ്ട് എങ്ങനെയാണത് സ്ഥാപിച്ചെടുക്കുന്നതും അതിൻ്റെ ഒരു ചരിത്രത്തിൽ നമുക്ക് തുടങ്ങാം. അതിൻ്റെ ആരംഭം കുറിക്കുന്നത് എൻ്റെ ഉസ്താദ് ഈ ഫീൽഡിലുള്ള ഇൽമുൽ ഖിറാഅത്തുമായിട്ട് ബന്ധപ്പെട്ട അന്നത്തെ ഏറ്റവും വലിയ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ഉസ്താദായ AK കുഞ്ഞുറമട്ടി മുസ്ലിയാർ ഫറൂഖ്. അവർ സമസ്തയുടെ അന്നത്തെ മുഷാവറ മെമ്പറായിരുന്നു. അവർ ഈ വിഷയത്തിൽ ഇവിടെ ഈ ഇൽമുൽ ഖിറാഅത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ വിജ്ഞാനം ഇവിടെ വളരെ ദുർലഭമായിട്ട് നടന്നു വരുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് ഈ വിഷയം ഇവിടെ ഇശാഅത്ത് ചെയ്യണം, ഇതിവിടെ വ്യാപിപ്പിക്കണം എന്ന നിലക്ക് അതിന് വേണ്ടി അങ്ങേയറ്റം പ്രയത്നിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഉസ്താദിൻ്റെ ഒരു കാലഘട്ടം ഏതായിരുന്നു? ഉസ്താദിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പിന്നെ 1900 മുതൽ അന്ന് മുതൽ തന്നെ 1955 വരെ ആയിരുന്നു അവരെ. അന്ന് മുതൽ ഉസ്താദ് ഖുർആൻ പഠനത്തിൽ ആളുകൾ കേന്ദ്രീകരിക്കണമെന്ന് ഉസ്താദിന് അന്ന് ഒരു ചിന്ത വരാനുണ്ടായിരുന്ന അന്നത്തെ ഒരു സാഹചര്യമൊക്കെ എന്തായിരിക്കും? അന്ന് ഇവിടുത്തെ പ്രത്യേകിച്ച് ഈ കുറ്റിച്ചിറ പോലെ അല്ലെങ്കിൽ കോഴിക്കോട് നഗരപ്രദേശത്ത് ഇസ്ലാമിക പ്രബോധന രംഗത്തും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളൊക്കെ കൂടുതൽ ആവശ്യപ്പെട്ടിരുന്നത് എങ്ങനെയായിരുന്നു? ആ ഒരു സാഹചര്യത്തിൽ ഉസ്താദ് എത്താനുണ്ടായിട്ടുള്ള കാരണം എങ്ങനെയായിരിക്കും? അത് ഉസ്താദ് ഇവിടെ വലിയങ്ങാടി മൂതാക്കര പള്ളിയിൽ മുദരിസായിരുന്ന കാലം ഉണ്ടായിരുന്നു. 1957 മുതൽ 68 വരെയുള്ള കാലഘട്ടങ്ങളിൽ മൂതാക്കര പള്ളിയിൽ അന്നത്തെ മുദരിസുമായിരുന്നു, സമസ്തൻ്റെ മുഷാവറ അംഗവുമായിരുന്നു. എന്തായാലും അദ്ദേഹം ഒരു മുദരിസായിരുന്നു. എല്ലാ ഫന്നിലും അത്യാവശ്യം കഴിവുള്ള വ്യക്തിയും അതോടൊപ്പം ഈ വിഷയത്തിൽ ഇൽമുൽ ഖിറാഅത്തിൽ അങ്ങേയറ്റം കുറച്ച് കൂടുതൽ പഠിച്ചിട്ട് അതിലൊരു മാഹിറായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതിൻ്റെ പേരിലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അന്ന് ഉസ്താദിനെയാണ് ഈ വിഷയത്തിൽ മുന്നിട്ടിറങ്ങാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത്. അങ്ങനെ അദ്ദേഹമാണ് സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലുള്ള അന്നത്തെ KB അബ്ദുറഹ്മാൻ മുസ്ലിയാരെ കാര്യമായിട്ട് നിയമിക്കുന്നതിൽ ഇൻ്റർവ്യൂ ചെയ്തതും സമസ്ത മുഷാവറ വിദ്യാഭ്യാസ ബോർഡ് തീരുമാനിച്ചത് ഉസ്താദിനായിരുന്നു. ആ അടിസ്ഥാനത്തിൽ ഉസ്താദ് ഇവിടെ കോഴിക്കോട് വലിയങ്ങാടി മൂതാക്കര പള്ളിയിലുള്ള സമയത്ത് തന്നെ ഈ നാട്ടിലുള്ള പ്രദേശത്തുള്ള ആളുകൾക്ക് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ക്ലാസ്സുകൾ ഇട്ടിരുന്നു, കോഴിക്കോട് ക്ലാസ് ഇട്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് തെർസ് ലീവുള്ള സമയങ്ങളിലും പിന്നെ നോമ്പിൻ്റെ സമയത്തൊക്കെ ലീവായിരിക്കുമല്ലോ ക്ലാസ്, ആ സമയത്തൊക്കെ പല സ്ഥലങ്ങളിലും പോയിട്ടൊക്കെ ഹിസ്ബ് ക്ലാസ്സുകൾ ഇടാറുണ്ടായിരുന്നു ഉസ്താദ്. കാസർഗോഡ് ഇങ്ങനെ വേണ്ട, പിന്നെ തിരുവരങ്ങാടി, ഇങ്ങനെ പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് ആളുകൾ വിളിച്ച് കൊണ്ടുപോയിട്ട് ചെയ്യാറുണ്ടായിരുന്നു. എന്നാലും മെയിൻ അദ്ദേഹത്തിൻ്റെ ജോലി മുദരിസായിട്ടുള്ള പണിയായിരുന്നു. അതിൻ്റെ ഇടയിൽ ചെയ്യുന്നത് ആ പണിയായിരുന്നു. ഇതൊക്കെ ഈ ഇൽമുൽ ഖിറാഅത്തുമായിട്ട് ബന്ധപ്പെട്ടതിനൊക്കെ കൂടുതൽ വ്യാപകമാക്കാൻ വേണ്ടിയിട്ടുള്ള പണി ചെയ്തതെന്ന് മാത്രമാണ്. അതിനൊക്കെ പ്രേരണ നൽകിയതും വിദ്യാഭ്യാസ ബോർഡിൻ്റെയും സമസ്ത കേരള മുഷാവറങ്ങളുടെയൊക്കെ ആവശ്യപ്രകാരമാണ് അദ്ദേഹം ഇതിന് പ്രധാനമായിട്ട് ഇറങ്ങാനുള്ള കാരണം. ഉസ്താദിൻ്റെ ഒരു ശിഷ്യത്വത്തിലേക്ക് ഉസ്താദ് വരുന്ന ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? സാഹചര്യം എന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഒരു SSLC കഴിഞ്ഞ ഉടനെ ഇവിടെ കുറ്റിച്ചിറ ജലാലിയ അറബി കോളേജ് എന്ന് പറഞ്ഞിട്ടൊരു ശരീഅത്ത് കോളേജ് ഉണ്ടായിരുന്നു. ഫസൽ പൂക്കോയത്തങ്ങളെ ആ വീട്ടിൽ, ജിഫിരി പൂക്കോയത്തങ്ങളുടെ ആ വീട്ടിൽ ഒരു സ്ഥാപനം അന്ന് തുടങ്ങിയിരുന്നു.
ആ സ്ഥാപനത്തിൽ ഞാൻ 4 കൊല്ലം അവിടെ പഠിച്ചിരുന്നു. വളരെ ചെറുപ്പത്തിലാണ് 4 കൊല്ലം. അത് മദ്രസ കുറ്റിച്ചിറ ഈ മദ്രസ അൻസാരിയ എന്ന് പറഞ്ഞ ആ മദ്രസയിലാണ് ആദ്യം 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളത്. അതിന് ശേഷം പിന്നെ ഭാഗികമായിട്ട് ഈ അറബി കോളേജിൽ 4 കൊല്ലം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അവസാനമായിട്ട് പ്രിൻസിപ്പാളായിട്ട് വന്നത് ഈ എ.കെ. കുഞ്ഞിരണ്ട് മുസ്ലിയായിരുന്നു. എൻ്റെ പിന്നീട് ഉസ്താദായിരുന്ന എ.കെ. കുഞ്ഞിരണ്ട് മുസ്ലിയായിരുന്നു പിന്നെ അവിടുത്തെ പ്രിൻസിപ്പാളായിട്ട് വന്നിരുന്നത്. പിറ്റത്തെ കൊല്ലം ആ കോളേജിൽ നിന്ന് ഉസ്താദ് അവിടുന്ന് ഇവിടെ വാങ്ങി അവിടുന്ന് പോയി. പിന്നീട് ആ ഉസ്താദുമായുള്ള ബന്ധവും ഈ ഈസ്മു ക്ലാസ്സൊക്കെ കണ്ടപ്പോൾ അതിനോട് ഒരു കമ്പം കൂടുതലുണ്ടായി. അങ്ങനെ പിന്നീട് അവർ കുറ്റിച്ചിറ ജുമാഅത്ത് പള്ളിയിൽ മുദരിസായി വന്നു. പിന്നീട് 72-73 ഉസ്താദ് കുറ്റിച്ചിറ ജുമാഅത്ത് പള്ളിയിൽ മുദരിസായിട്ട് വന്നു. ആ സമയത്ത് പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് സ്വന്തമായിട്ട് പഠിക്കാനുള്ള താല്പര്യം കൊണ്ട് അവിടെ പോയി പഠിച്ചു. ഇൽമുൽ ഖിറാഅത്തല്ല, മറ്റുള്ള എല്ലാ ഫന്നുകളും പഠിക്കാൻ വേണ്ടിയിട്ട് പോയ കൂട്ടത്തിൽ ഉസ്താദ് കൂടുതൽ സ്വാധീനം ചെലുത്തി ഈ വിഷയത്തിൽ. അവർ ഉസ്താദിൽ അങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് അത് ഉസ്താദിന് തോന്നിയിട്ടുണ്ടാവാം, ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേക താല്പര്യം എടുത്തിട്ടാണ് എന്നോട് ആ വിഷയത്തിൽ ഇഷാഅത്ത് ചെയ്യണമെന്നൊക്കെ പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. ഉസ്താദ് ഹജ്ജിന് പോകുന്ന ഒരു സമയത്ത് ഉസ്താദിനെ ചിലപ്പോൾ പക്ഷേ ഞാൻ 2 ഉസ്താദ് എന്ന് പ്രയോഗിക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു പക്ഷേ ഒരു തടസ്സം വേണ്ടതില്ല. പക്ഷെ ആ ഒരു ഹജ്ജിന് പോകുന്ന സമയത്ത് ഉസ്താദിൻ്റെ കാര്യങ്ങൾ വിളിച്ചേൽപ്പിച്ചു എന്നും ക്ലാസ് തുടങ്ങണമെന്നും ഞാൻ വായിച്ചിട്ടുണ്ട്. ആ കഥയും കൂടി ഒന്ന് പറയും. അത് ഉസ്താദ് 1985 അവസാനത്തെ ഹജ്ജിന് പോണത്. ആദ്യം 1948 കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ അടക്കമുള്ള ഒരു 9 ആളുകൾ അന്ന് പായക്കപ്പലിൽ ഹജ്ജിൽ പോയതാണ്. പിന്നെ അവസാനം ഉസ്താദിൻ്റെ ആ സമയത്തുള്ള അവസാനത്തെ ഹജ്ജായിരുന്നു അത് 1985. ആ ഹജ്ജിന് പോകുന്നതിൻ്റെ 2 കൊല്ലം മുമ്പ് തന്നെ എനിക്ക് ഈ ഖിറാഅത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത്യാവശ്യക്കാർക്കൊക്കെ ക്ലാസ് എടുക്കാനുള്ള ഒരു അനുവാദം തന്നതിൻ്റെ പേരിൽ ഞാൻ 1983 മുതൽ എൻ്റെ സ്വന്തം വീട്ടിൽ വെച്ചിട്ട് ക്ലാസ്സുകൾ ആരംഭിച്ചു. അന്ന് ഈ വീട് തന്നെയാണ്? ഈ വീടല്ല, എൻ്റെ വീട് ഈ കുറ്റിച്ചിറൻ്റെ ഈ ചിറൻ്റെ മറ്റേ ഭാഗത്തായി വേറൊരു ഭാഗത്ത്. പിന്നെ അവിടെ 83 മുതൽ അവിടെ ക്ലാസ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഭാഗ്യമായിട്ടുള്ള ക്ലാസ്സുകൾ തുടങ്ങി. 85 മുതലാണ് ഈ പ്രത്യേക ഉസ്താദിൻ്റെ ഒരു ഇഷാഅത്ത്, ഈ വിഷയത്തിൽ ഇഷാഅത്ത് എന്ന ആജ്ഞ ഉണ്ടായത്. അതായത് ഹജ്ജിന് പോകുന്ന സമയത്ത് എല്ലാവരും വിളിച്ച സമയത്ത് നമ്മൾ 4-5 ആളുകൾ അന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പം പറഞ്ഞ്, ഞാൻ ഹജ്ജിന് പോവുകയാണ്, ഞാൻ മടങ്ങി വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല, എല്ലാവരും മടങ്ങി വരാൻ വേണ്ടി ദുആ ചെയ്യണ്ട, പിന്നെ എനിക്ക് ഈ ഹജ്ജോട് കൂടിയിട്ട് വിട പറയണം എന്നുള്ളത് ആവശ്യമാണുള്ളത്, അതുകൊണ്ട് ആരും ദുആ ചെയ്യരുത്, ഈ വിഷയം ഇവിടെ വളരെ ദുർലഭമായിട്ട് നടക്കുന്നുള്ളൂ, അതുകൊണ്ട് ഈ വിഷയം ഇവിടെ ഇഷാഅത്ത് ചെയ്യണം, അതിന് നീ മുഖദ്യമായിട്ട് ഇരിക്കണം എന്ന് എന്നോട് ആജ്ഞാപിച്ചു. ഹജ്ജിന് പോകുമ്പോൾ അപ്പോൾ 2-3 കിതാബുകൾ എന്നെ ഏൽപ്പിച്ചും ചെയ്തു. ഈ വിഷയവുമായിട്ട് ഇൽമുൽ ഖിറാഅത്തുമായിട്ട് ബന്ധപ്പെട്ട ഇമാം ഷാത്തബിയുടെ ഷാത്തബിയത്ത് എന്ന് പറഞ്ഞ പിന്നെ 7 ഖിറാഅത്തിൻ്റെ കിതാബ് എന്നെ ഏൽപ്പിച്ചു. പിന്നെ ഇമാം ജസരിയുടെ ഹാഷിയായ അൽ മിനഹുൽ ഫിക്രിയ എന്ന് പറഞ്ഞ മുല്ലാജുൽ കാരിൻ്റെ കിതാബ് ഏൽപ്പിച്ചു. പിന്നെ 2-3 ഗ്രന്ഥങ്ങൾ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇനി മുതൽ നീ അങ്ങോട്ട് നോക്കിക്കോ, ഇൻഷാ അല്ലാഹ് അള്ളാഹു അതിൻ്റെ സഹായം ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ചപ്പം അതൊരു ആജ്ഞയായിട്ടാണല്ലോ ഞാനത് ഏറ്റെടുത്തത്. പക്ഷേ ഞാനത് അന്ന് ഉസ്താദ് ഇങ്ങനെ മടങ്ങി വരില്ലാന്നൊന്നും ആലോചിച്ചിട്ടില്ല, അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുമില്ല. ഉസ്താദ് പറയാനുള്ളതൊക്കെ ഉസ്താദ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വിഷയം ഇവിടെ ഇഷാഅത്ത് ചെയ്യണം എന്നുള്ള പദമാണ് ഊന്നി പറഞ്ഞത്. അങ്ങനെ അവർ ഹജ്ജിന് പോയി അറഫ രാവിൻ്റെ അന്ന് അവിടെ വെച്ചു വഫാത്തായി. അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു, കാരണം അവരെ നാവിൻ്റെ അസർ മനസ്സിലായി. കാരണം ഇത് നമ്മൾ വിചാരിച്ച ആളല്ല. ഇതാ പറഞ്ഞു പോയാൽ തന്നെ അങ്ങനെ ആണല്ലോ, മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നില്ല, ആരും അതിന് വേണ്ടി ദുആ ചെയ്യണ്ട. പിന്നെ ഈ വിഷയം ഇവിടെ ഇഷാഅത്ത് ചെയ്യാൻ നീ മുഖദ്യമായിരിക്കാം. ഞാൻ മുഖദ്യമായിരിക്കാനുള്ള അർഹത എനിക്കില്ല. ഞാൻ അന്നേ കച്ചവടം എനിക്കുണ്ട്, കച്ചവടത്തിൻ്റെ ഭാഗികമായിട്ട് പോക്കുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഞാനൊരു അർഹനായിട്ടല്ല, അതിപ്പോൾ എനിക്കത് അർഹത തോന്നിയിട്ടില്ല. പക്ഷേ ഉസ്താദിൻ്റെ നാവിൽ നിന്ന് വന്നത് അങ്ങനെയാണ്, നീ മുഖദ്യമായിട്ട് ഇരിക്കണം എന്നുള്ള ആജ്ഞ ഉണ്ടായത്. അപ്പം ഞാനത് എന്നെക്കൊണ്ട് കൈവിധത്തിൽ എന്തെങ്കിലും ചെയ്യുക എന്ന് നിൽക്കാകുമ്പോൾ ഒരു പ്രസ്ഥാനത്തിൻ്റെ കീഴിലാകുമ്പോൾ ആ നിലക്ക് നമ്മൾ ഇറങ്ങണമല്ലോ. അപ്പോൾ ആ നിലക്ക് ഇറങ്ങാനുള്ള കഴിവും പ്രാപ്തിയൊന്നും എനിക്ക് അന്നില്ലല്ലോ. സമയത്ത് അങ്ങനെ ഒരു കഴിവും പ്രാപ്തി ഇല്ല, അങ്ങനെ അത് ഉദ്ദേശിച്ചിട്ടുമില്ല. കച്ചവടക്കാരനെ കൊണ്ട് അത് ഉദ്ദേശിച്ചിട്ടുമില്ല. അപ്പോൾ ഇതിങ്ങനെ ഒരു വഫാത്തായി എന്നുള്ള ആ ഇത് കിട്ടിയപ്പം എൻ്റെ മനസ്സാകപ്പാടം മാറി. കാരണം അവരുടെ അവസാനത്തെ ആഗ്രഹമാണുള്ളത്.
അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്നാൽ പിന്നെ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ക്ലാസ് തുടങ്ങാം, എന്നാൽ പിന്നെ ഒരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കട അടച്ചു വന്നിട്ട്, രാത്രി കട അടച്ചു വന്നിട്ട് വീട്ടിൽ വെച്ച് ഇങ്ങനെ ക്ലാസ് തുടങ്ങുന്നുണ്ട്. എന്തായിരുന്നു കട? എന്തായിരുന്നു കട? ചെരുപ്പിൻ്റെ കട. ഓക്കെ, ചെരുപ്പിൻ്റെ കട ആയിരുന്നു. ഞാൻ 82 മുതൽ ടൗണിലുണ്ട്. ചെരുപ്പ് കച്ചവടവുമായിട്ട് ബന്ധങ്ങൾ ആദ്യം ഉള്ളതാണ്. പിന്നെ സ്വന്തമായിട്ട് കച്ചവടം പിന്നെ ആയി, അങ്ങനെ പിന്നെ അതിലങ്ങനെ നിലനിന്ന് പോയി. അടച്ചു വന്നിട്ട് രാത്രി ക്ലാസ് തുടങ്ങി. അന്ന് ആഴ്ചയിൽ 5 ക്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നു. 2 ദിവസം ലീവ്, 5 ദിവസത്തെ ക്ലാസ്. എത്ര പേരുണ്ടാവുമായിരുന്നു തുടക്കകാലത്ത്? തുടക്കകാലത്ത് ഒരു 16-17 പേര്. ഈ തൊട്ടടുത്ത പരിസരത്ത് നിന്നാണോ അല്ലെങ്കിൽ? അല്ലല്ല, അടുത്തുള്ള ക്ലാസ് ഉണ്ടായിരുന്നു, ദൂരമുള്ള ആളുകൾക്കുള്ള ക്ലാസ് രണ്ടും ഉണ്ടായിരുന്നു. ഈ അടുത്തുള്ള പ്രദേശത്തുള്ള എല്ലാ ആളുകളും അത്യാവശ്യം വന്ന് പിന്നെ അവിടെ വന്ന് പിന്നെ പഠിക്കലുണ്ട്. അത് കൂടാതെ തന്നെ ദൂരഭാഗത്തു നിന്നുള്ളവർ അറിഞ്ഞിട്ട് അങ്ങനെ വന്ന് പഠിച്ചു പോകുന്നവരുണ്ട്. അങ്ങനെയാണ് ക്ലാസ് ആരംഭിച്ചത്. അന്ന് 5 ക്ലാസ്സുകളാണ് ആഴ്ചക്കുണ്ടാകും. അത് ഏകദേശം ഒരു 9 മണി 9:30 മണിക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 3-3:30 മണി വരെ ക്ലാസ്. അങ്ങനെ അർദ്ധരാത്രി ക്ലാസ്. എല്ലാവരും അതിനായിട്ട് ഒരുങ്ങി വരുന്നവരാ. രാവിലെ എന്നിട്ട് കട തുറക്കുകയും വേണ്ടേ? കട തുറക്കും വേണം. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയാണ് അന്ന് ആഫിയത്തുള്ള കാലമാണ്. അതുകൊണ്ട് അതൊരു വിഷയമായിട്ട് തോന്നിയിട്ടില്ല. രാത്രിയാകുമ്പോൾ ഒരു പ്രത്യേക ഹിമ്മത്ത് വരുത്താണ്. അപ്പോൾ ക്ലാസ് അങ്ങനെ എടുക്കുകയും ചെയ്യും. അപ്പോൾ അന്നൊരു വർക്കിൻ്റെ പ്രശ്നം ഉണ്ടാവാറ്. അതിൻ്റെ മുമ്പ് വർക്ക് കഴിഞ്ഞ് കുറച്ച് ശീലമുണ്ട്, ഒറ്റയ്ക്ക് ഇരുന്നിട്ടൊക്കെ അങ്ങനെ ശീലമുള്ളതാണ്. അതുകൊണ്ട് പിന്നെ അതൊരു വിഷയമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ വരുന്ന പഠിതാക്കളും അങ്ങനെ വർക്ക് കഴിഞ്ഞാൽ ഒഴിയാനായിട്ട് വരുന്ന ആളുകളുമാണ് പഠിതാക്കളൊക്കെ. ഒരു ദൂരത്തു നിന്നൊക്കെ വരുന്ന സമയത്ത് ഒരു ദിവസം അതിനായിട്ട് മെനക്കെട്ടിട്ട് അവരെന്നെ പൈസ ചിലവാക്കിയിട്ട് യാത്ര ചെയ്തിട്ട് വരുന്നത്. ഇന്നത്തെക്കാളൊക്കെ അന്നത്തെ കാലത്ത് കുറച്ചുകൂടി ആത്മാർത്ഥത കുറച്ചുകൂടി കൂടുതലുള്ളൂ. കാരണം ഇന്നത്തെ മാതിരി സൗകര്യങ്ങളില്ലല്ലോ അന്ന്. ഇതിനു വേണ്ടി മാത്രം വരണം. 40 കൊല്ലം മുമ്പത്തെ കഥയാണ് പറയുന്നത്. ഇതിനു വേണ്ടി മാത്രം വരണം. ഇതിനായിട്ട് മാത്രം ഒരു ദിവസമായിട്ട് വിനിയോഗിക്കുകയാണ് അവർ ഉച്ചൻ്റെ ശേഷം വൈകുന്നേരമൊക്കെ ബസ് കയറിയിട്ടും വണ്ടി കയറിയിട്ടൊക്കെ. കാസർഗോഡ് മുതൽ തൃശ്ശൂർ ഡിസ്ട്രിക്ട് വരെയുള്ള 7 ഡിസ്ട്രിക്റ്റിൽ നല്ല ആളുകളായിരുന്നു വന്നിരുന്നത്. അന്ന് വന്നത് ഇന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. 7 ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആളുകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഈ തെക്കൻ കേരളത്തിലേക്കോ അല്ലെ മധ്യ കേരളത്തിലേക്കോ അവിടുത്തെ ആളുകൾ വരുന്നില്ല? അല്ലെങ്കിൽ എറണാകുളം ഭാഗത്തൊക്കെ വരുന്നുണ്ട്. എറണാകുളത്തും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ആളുകൾ വരുത്തുന്നുണ്ട്. മലബാറിലെ ആളുകളായിരുന്നു കൂടുതലുണ്ടായിരുന്നു അർത്ഥം. അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇന്ന് 100-150 ആളുകൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് പഠിച്ചു പോകുന്നുണ്ട്. ഇന്ന് അന്നത്തെ മാതിരി 5 ക്ലാസ് തുടച്ചെടുക്കാൻ ഇപ്പോൾ സാധിക്കില്ല. പല അസുഖങ്ങളും വന്നതിനൊക്കെ അല്ല, ഹാർട്ട് ഓപ്പറേഷനും കണ്ണിൻ്റെ ഓപ്പറേഷനും ഷുഗറും പ്രഷർ എല്ലാം വന്നിട്ട് ഇപ്പോൾ പലത് കൊണ്ടും ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 5 ക്ലാസ്സുകൾ ഇപ്പോൾ എടുക്കാറില്ല. 2-3 ക്ലാസ്സുകൾ ഞാൻ എടുത്ത് പോകുന്നുണ്ട്. ഇപ്പോൾ അത് ഈ വീട്ടിൽ നിന്ന് പിന്നീട് എങ്ങനെയാണ് മർക്കസുൽ ഫാറൂഖി എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് പെട്ടെന്ന് വരാൻ കാരണം, ഇവർ ഈ വിദ്യാർത്ഥികൾ ദൂരഭാഗത്തു നിന്ന് വരുന്ന വിദ്യാർത്ഥികളാകുമ്പോൾ അവർക്ക് രാത്രിയിൽ ഒരു ഇടം കിടക്കാനുള്ള ഒരവസരം ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഈ പ്രദേശത്തുള്ള പല പള്ളികളിൽ പോയി കിടക്കും. 4 മണിക്ക് പോയി കിടക്കുമ്പം ഈ പള്ളിയിൽ സുബഹി നിസ്കരിക്കാൻ വേണ്ടി വരുന്ന ആളുകളുണ്ടാവും പ്രദേശത്തുകാർ. അപ്പോൾ ഇവരെ വിളിച്ചാൽ ഇവർക്ക് എണീക്കാൻ ഒരു പ്രയാസം ഉണ്ടാവും. ഇവർ പോയി കിടക്കുന്നുള്ളൂ. അവർ എണീച്ച് വരുന്ന സമയത്ത് ഇവർ പോയി കിടക്കുന്നുള്ളൂ. അപ്പോൾ 1 വിളിക്കും 2 വിളിക്കൊന്നും ഇവർ എണീക്കില്ല. 4-5 വിളി വിളിച്ചെങ്കിലേ അവർ എണീക്കുള്ളൂ. അപ്പോൾ അവർക്ക് ഇവരെ കൊണ്ട് എന്തായി ഒരു ശല്യമായിട്ട് മാറിയത്. കാരണം ഇവരെന്ത് മൊയ്ലിയാമാരാണ് ഇങ്ങനെ ഉറങ്ങിയിട്ട് വിളിച്ചിട്ട് എണീക്കാത്തതെന്നൊക്കെ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വരുന്ന സമയത്ത് കിടക്കാൻ പോകുന്നുള്ളൂ. ഈ വ്യത്യാസം അവരറിയില്ല. പിന്നീടൊക്കെ അറിഞ്ഞതിന് ശേഷം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുമില്ല. അപ്പം അങ്ങനെ കിടക്കാൻ അസൗകര്യം. ഉസ്താദ് എന്താണ് കുട്ടികളൊക്കെ വിളിച്ചാൽ എണീക്കാൻ വെച്ച് പ്രയാസം ഉണ്ടല്ലോ കുട്ടികൾക്കൊക്കെ. അപ്പോൾ സംഭവം ഞാൻ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയുള്ള പ്രശ്നം കൊണ്ടാണ് അത് ഉണ്ടാകുന്നത്. അപ്പം പിന്നെ അതിനെപ്പെട്ട് പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ ഞാനെന്ത് വിചാരിച്ചു, 2 സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഷെഡ് കെട്ടിയാൽ ഈ വരുന്ന ആളുകൾക്ക് അവിടെ പോയി കിടക്കാമല്ലോ. അപ്പം കിടക്കുന്ന പള്ളികൾക്കുള്ള വിഷമം ബുദ്ധിമുട്ടും വരാനുമില്ലല്ലോ എന്ത് കരുതി 2 സെൻറ്റ് സ്ഥലം വാങ്ങണമെന്ന് മനസ്സിൽ കരുതി. പിന്നെ ആണെങ്കിൽ ഈ 94 ഈ 94 ഷുഗർ വന്ന് പിടിപെട്ടു. ഷുഗർ എന്നാൽ ഭയങ്കര സ്ട്രോങ്ങുള്ള ഷുഗറായിട്ട് ഈ ബ്ലഡിൽ 565-570 ആ സമയത്ത് ബ്ലഡിലുണ്ടായിരുന്നു. അപ്പം ഡോക്ടർമാർ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഉറക്കം ചെയ്യുന്ന പരിപാടിയൊന്നും പറ്റില്ല. ഉറക്കം ചെയ്യുന്ന പരിപാടി അവർ ഡോക്ടറോട് പറയലില്ല, സാധാരണ ഒന്നും പറയലില്ല. പക്ഷെ എൻ്റെ കൂടെ വരുന്നവയ്ക്കും ചിലത് പറയേണ്ടി വരും. അപ്പോൾ അവരത് പറയും. അപ്പം ഞാൻ പറയും, ഉറക്കം കഴിഞ്ഞത് കൊണ്ടിട്ട് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ മുൻഗാമികളായ ആളുകളൊക്കെ ഉറക്കം കഴിഞ്ഞിട്ട് അവർക്ക് പല രോഗങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അത് മനസ്സിൻ്റെ ഹിമ്മത്ത് അതുണ്ടെങ്കിൽ അതൊന്നും വിഷയമായിട്ട് തോന്നില്ലല്ലോ. എന്ത് കാര്യം പിന്നെ ഡോക്ടർമാർ പറയും, നിങ്ങളെ മട്ടന്മാർ ചെയ്തോളി എന്ന് പറയും.
പക്ഷെ ഞാൻ പല ഡോക്ടർമാരും അന്ന് ടെസ്റ്റ് ചെയ്ത് ഒരു ഡോക്ടർ മാത്രമേ എന്നോട് പറഞ്ഞത് നിങ്ങൾ എത്ര വർഷമായി ഈ ഫീൽഡിൽ എന്ന് ചോദിച്ചെന്നോട് നിങ്ങൾ ഉറക്കം കഴിഞ്ഞിട്ടുള്ള കളി കളിക്കുന്ന എത്ര കാലങ്ങൾ ഞാൻ പറഞ്ഞു ഒരു 10-20 വർഷം പോലായി എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾക്കിത് ഹോബി ആയിപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യണമെന്നില്ല, അല്ല നിങ്ങൾ ഉറക്കണമെന്നില്ല, നിങ്ങൾക്ക് ഉറങ്ങിയാൽ ആ പ്രശ്നം ഉണ്ടാവില്ല, അതുകൊണ്ട് ഒറ്റ ഡോക്ടറാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഹോബി ആയിപ്പോയി, അതുകൊണ്ട് അത് ഈ വിഷയമാക്കാനില്ല. അപ്പോൾ ഈ ഷുഗർ ഉണ്ടായത് കൊണ്ട് എനിക്ക് ഭയങ്കര ക്ഷീണ രാത്രി ഉണ്ടാവും. ഷുഗർ 500 ഉണ്ടായിരുന്നു, 500 565 570 അപ്പോൾ എനിക്ക് ഞാൻ ഷോപ്പ് അടച്ച് വന്നിട്ടുണ്ടെങ്കിൽ വന്നാൽ ആങ്കറിൻ്റെ മുകളിൽ എൻ്റെ ഷർട്ട് കൊളുത്തിട്ട് കിടക്കുമ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇരുന്നാൽ ഞാൻ പിന്നെ ക്ലാസ്സുകാർ വരുമ്പോൾ ക്ലാസ് അങ്ങനെ എടുക്കലാണ്. അപ്പം ക്ഷീണം കൊണ്ടാണ് പിന്നെ കിടക്കൻ്റെ മുകളിൽ നിന്ന് കട്ടിലിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങൂല, അങ്ങനെയുള്ള ക്ലാസ്സുകളാണ് ഉണ്ടാവലും. അത് 4 മണി വരെ 3:30 മണി വരെ ഒക്കെ ഉണ്ടാവും ക്ലാസ്. ചിലപ്പം ചില സമയത്ത് 3 മണിക്ക് അവസാനിപ്പിക്കും, പിന്നെ അസുഖത്തിൻ്റെ മൈലൊക്കെ അവസാനിപ്പിക്കും. അങ്ങനെയാണ് ഈ സ്ഥലം വാങ്ങാനുള്ള കാരണം ഉണ്ടായിട്ടുള്ളതാണ്. അങ്ങനെ 2 സെൻറ്റ് സ്ഥലം വാങ്ങാമെന്ന് ഉദ്ദേശിച്ചിട്ട് 10.5 സെൻറ്റ് സ്ഥലം ഇടിയങ്ങര പയ്യ CMA ഹോസ്പിറ്റലിൻ്റെ സ്ഥലം നിന്ന് അവരെന്ന ഹോസ്പിറ്റൽ പൊളിച്ചിട്ട് വിൽപ്പനക്ക് വെച്ചിരുന്നു ലാസ്റ്റ്. അപ്പോൾ അതൊക്കെ വലിയ പിരിവെടുത്തിട്ട് അങ്ങനെയാണോ ആ സ്ഥലം വാങ്ങുന്നതൊക്കെ? അല്ലെങ്കിൽ അതെ പിരിവെടുത്തിട്ട് വാങ്ങി. അതായത് പിരിവെടുക്കാനും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു കമ്മിറ്റി ഉണ്ടാക്കി അന്ന് 94 ഒരു കമ്മിറ്റി എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടാക്കി. അന്ന് അൽ മർക്കസുൽ ഫാറൂഖിന് നാമകരണം ചെയ്തു. എന്നിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റിയോട് പറഞ്ഞ് ഇങ്ങനെ ഒരു 2 സെൻറ്റ് സ്ഥലം നമുക്ക് വാങ്ങണം, അതിനുള്ള ഒരു പിരിവ് നമുക്ക് പിരിവ് ആദ്യം പുറമൊന്നും പിരിവെടുക്കണ്ട, നമ്മൾ മെമ്പർമാർ മാത്രം കയ്യിൽ നിന്നുള്ള നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സംഖ്യ എല്ലാവരും അതിലേക്ക് ഏൽക്കുക. ഏറ്റതിന് ശേഷം നമുക്ക് പോരാത്ത അവസ്ഥ വരികയാണെങ്കിൽ മാത്രം പുറമൊന്ന് അത്യാവശ്യക്കാരോട് മാത്രം പറയാം. ഈ കമ്മിറ്റി ട്രസ്റ്റോ സൊസൈറ്റിയോ അങ്ങനെ എന്തെങ്കിലും? സൊസൈറ്റിയാണ്. ട്രസ്റ്റിക്ക് ഞാൻ എതിരെയാണ്. കാരണം ആ ട്രസ്റ്റി ആകുമ്പം ആളുകൾ ചീത്തയായി കഴിഞ്ഞാൽ പിന്നെ ആ ട്രസ്റ്റ് ഒന്നിനും പറ്റൂല, ഒരു മുട്ട കെട്ടമായി പിന്നെ കെട്ടത് മഹാമോശമാവും. ജനകീയമാകുമ്പം അത് ചോദ്യം ചെയ്യാൻ ആളുകളുണ്ടാവും. അതുകൊണ്ട് സൊസൈറ്റി ആക്ട് പ്രകാരം ചെയ്ത കമ്മിറ്റി പിന്നെ ഇൻഫോം ചെയ്താൽ രജിസ്റ്റർ ചെയ്താൽ മതിയാണ്. അങ്ങനെ സൊസൈറ്റി പ്രകാരമാണ് ആക്ട് പ്രകാരമാണ് കമ്മിറ്റി ഉണ്ടാക്കിയത്, ട്രസ്റ്റ് ചെയ്തിട്ടില്ല. ട്രസ്റ്റ് ചെയ്യാതെക്കാൻ കാരണം അതാണ്. അത് കുറേ കഴിയുമ്പോൾ ചീത്താവും ചില സമയത്ത്. പല സൊസൈറ്റി അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഇവിടെ പലതും അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ മെമ്പർമാർ തന്നെ പിന്നെ 4000 5000 ഉറുപ്പ്യൊക്കെ എടുത്തിട്ടും 1000 നിന്നവരുണ്ട്, 250 നിന്നവരുണ്ട്. ഇല്ലാത്തവരൊക്കെ നമ്മളെ കമ്മിറ്റിയിൽ എല്ലാ കൂട്ടരും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക സംഘടനയുടെ കീഴിൽ ഞാൻ അന്ന് ആക്കിയിട്ടില്ല. നമ്മുടെ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ കീഴിലുള്ള എല്ലാ സംഘടനയുടെ ആളുകളുണ്ട്. അതേമാതിരി രാഷ്ട്രീയ പാർട്ടിക്കാരായ മാർക്സിസ്റ്റ് പാർട്ടിക്കാരും കോൺഗ്രസ്സുകാരും ലീഗുകാരും എല്ലാവരും ഉണ്ട്. പിന്നെ മതസംഘടനകളായ ദക്ഷിണ കേരളത്തിൻ്റെ അതിൽപ്പെട്ട ആളുകൾ മെമ്പർമാരുണ്ട്, AP വിഭാഗത്തിൽപ്പെട്ട മെമ്പർമാരുണ്ട്, EK വിഭാഗത്തിൽപ്പെട്ട മെമ്പർമാരുണ്ട്. ആ മെമ്പർമാർക്ക് കുറച്ച് കൂടുതലുള്ളത് എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ അത്യാവശ്യ എല്ലാത്തിലുണ്ട്, എല്ലാ പാർട്ടിക്കാരുടെ ആളുകളുണ്ട്. പക്ഷെ എന്തുണ്ടെങ്കിലും നമ്മൾ ആജ്ഞപ്രകാരം മുന്നോട്ട് നീങ്ങാൻ എല്ലാവരും ഐക്യത്തോടു കൂടി പ്രതിജ്ഞ ചെയ്തതാണ്. ഈ ഫാറൂഖിൻ്റെ അകത്തൊരു അനൈക്യം ഉണ്ടാവരുത്, എല്ലാവരും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. 40 കൊല്ലമാണെങ്കിൽ 40-30 കൊല്ലമായി സ്ഥാപനം വന്നിട്ട് എന്നാൽ ഇതുവരെ ഒരു അനൈക്യം ഉണ്ടായിട്ടില്ല. എല്ലാവരും നമ്മൾ പറഞ്ഞ ആജ്ഞപ്രകാരം ആജ്ഞിച്ചു, നമുക്ക് ആജ്ഞ കൊടുക്കുള്ളൂ. ഒരു അനൈക്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതേമാതിരി നമ്മളെല്ലാ പരിപാടിയിലും ഈ മതസംഘടനയായ 4 സംഘടനകളുടെ ആളുകളും പങ്കെടുക്കാറുണ്ട്. ഇന്ന് ഈ ഫാറൂഖി അതിനുശേഷം വളർന്ന് വലുതാകുന്നു, ലോക പ്രശസ്തമാകുന്നു. നിരവധി ഖുർആൻ ടാലൻറ്റ് ഷോകളിൽ ഫാറൂഖിലെ കുട്ടികൾ മത്സരിക്കുന്നു, വിജയിക്കുന്നു, നിരന്തരം വാർത്തകളിൽ വരുന്നു. എത്ര കുട്ടികൾ ഉസ്താദിൻ്റെ ഈ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട ഈ അധ്യാപനത്തിൽ ശിഷ്യഗണങ്ങളായിട്ട് വന്നിട്ടുണ്ട്? എൻ്റെ ഈ 1983 മുതലുള്ള ഈ കാലയളവിനുള്ളിൽ 41 കൊല്ലമല്ലോ, ഈ കാലയളവിനുള്ളിൽ 1000-ൽ പരം ആളുകൾ എന്നിൽ നിന്നും പഠിച്ചു പോയിട്ടുണ്ട്. ഇപ്പം അത് നമ്മൾ പറയുമ്പോൾ തന്നെ ഹിഫ്ലല്ല ഹിസ്ബാണല്ലോ പ്രധാനമായിട്ടും വരുന്നത്. ഇപ്പോൾ സാധാരണ ഇതിൽ ഹിഫ്ല് കോളേജുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്, പക്ഷേ ഹിസ്ബ് കോളേജുകൾ വളരെ കുറവാണ്. ഇല്ല. ഉസ്താദ് ഇതിൽ ഗവേഷണം നടത്തുന്ന ഒരാൾ കൂടിയാണല്ലോ. അപ്പം ഉസ്താദിന് എന്താണ് മനസ്സിലായത്? ഹിസ്ബ് കോളേജുകളല്ലേ കൂടുതൽ? ഇപ്പോൾ ഫാത്തിഹ തെറ്റിയാൽ നിസ്കാരം ശരിയാകില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. പക്ഷെ അപ്പോൾ നമ്മൾ അവിടെയാണ് മുൻഗണന കൊടുക്കേണ്ടിയിരുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു പിന്നെ കോട്ട ആയിട്ടൊന്നല്ല അത് ഉദ്ദേശം. അന്നത് ഇല്ലാതിരിക്കാൻ 1-2 കാരണങ്ങളാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുള്ളത്. ഒന്ന്, 1921 മുതൽ ഉള്ള ആ കാലഘട്ടങ്ങളിലൊന്നും ഒരു സ്ഥാപനമായിട്ട് ഇവിടെ ഉയർന്നു വന്നിട്ടില്ല. ഇത് ഈ ഹിസ്ബ് ക്ലാസിൻ്റെ ഒരു സ്ഥാപനമായിട്ട് ഇവിടെ വന്നിട്ടില്ല. അന്ന് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഊന്നൽ കൊടുത്തത്
അഖീദൻ്റെ വിഷയത്തിലും ഫിഖിൻ്റെ വിഷയത്തിലായിരുന്നു കേരളക്കാരെല്ലാം അന്ന് താല്പര്യം. അത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിദയി പ്രസ്ഥാനക്കാരെ കടന്നു കയറ്റുണ്ടായ സമയമാണത്. ആ സമയത്ത് ഇതിനെല്ലാം ഊന്നൽ കൊടുക്കേണ്ട അന്ന് അല്ല, അന്ന് ഊന്നൽ കൊടുക്കേണ്ട രണ്ട് വിഷയമുള്ളത്. ഒന്ന് അഖീദാണ്, വിശ്വാസപരമായ ശാസ്ത്രത്തിനാണ് കൊടുക്കേണ്ടത്. അതേ പ്രകാരത്തിൽ ഈ ഫിഖിൻ്റെ മസാല, തസവ്വുഫ്, ആത്മീയ ശാസ്ത്രത്തിന് ഈ 3 വിഷയത്തിൽ ഊന്നൽ കൊടുത്തിട്ടാണ് സമസ്തകാല ജമിയത്തുൽ അന്നത്തെ എല്ലാ ഉലമാക്കളും ഊന്നൽ കൊടുത്തതിൻ്റെ കാരണം കൊണ്ട് ഇത് കുറച്ച് പിറകോട്ട് പോയി. പിന്നെ ഇത് ഈ വിഷയം ഇവിടെ ദർസുകളിലൊക്കെ പഠിപ്പിക്കാറുണ്ട്. ദർസുകൾ പഠിപ്പിക്കാറുണ്ട്. ഇതേമാതിരി വ്യാപകമായിട്ട് വന്നിട്ടില്ല. ദർസുകൾ ഉണ്ടെന്നല്ലാതെ പിന്നെ ദർസുകളിൽ ഈ വിഷയത്തിൻ്റെ കിതാബുകൾ എടുക്കാറുണ്ട്, ജീവിത ക്ലാസ്സുകൾ എടുക്കാറുണ്ട് എന്നല്ലാതെ ഒരു സ്ഥാപനമായിട്ട് ഒരു കോഴ്സായി പഠിപ്പിക്കപ്പെടുന്ന ഒരു വിഷയം കേരളത്തിൽ ആദ്യമായിട്ട് വന്നത് അൽ മർക്കസുൽ ഫാറൂഖി മുതലാണ്. ഇതൊരു കോഴ്സായി പഠിപ്പിക്കപ്പെടുന്ന ഒരു വിഷയമായിട്ടുണ്ടായത് അൽ മർക്കസുൽ ഫാറൂഖിയാണ് ഉണ്ടായത്. അത് 83 മുതൽ തന്നെ ഇതിൻ്റെ ആരംഭം കുറിച്ചിട്ടുണ്ടെങ്കിലും സ്ഥാപനമായിട്ട് വന്നത് 1994 മുതലാണ്. 1994 മുതലാണ് സ്ഥാപനമായിട്ട് വന്നിട്ടുള്ളത്. അന്ന് മുതൽ പിന്നെ ഒരു സ്ഥിരപ്പെട്ട സ്ഥാപനമായിട്ട് ഇത് വന്നു. അന്ന് മുതലുള്ള ഈ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞ പ്രകാരത്തിൽ ഇന്ന് വരെയുള്ള 1000-ൽ പല ആളുകൾ ഇവിടെ നിന്ന് പഠിച്ചു പോയിട്ടുണ്ട്. എന്നാലും ഇതിൽ ഖത്മുൽ ഖുർആൻ മുഴുവനും പഠിച്ച് നല്ല നിലയിലായിട്ടുള്ള പഠിപ്പിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ആളുകൾ 10-300 ആളുകൾ പഠിച്ചു പാസ്സായി. ഉസ്താദ് പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ വിദയി പ്രസ്ഥാനക്കാരെ തടയിടുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ശ്രദ്ധ അന്ന് ഫിഖിലും അക്കീദയിലും ഒക്കെ മുഴുകി. അപ്പോൾ അതിനുശേഷം പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ആ ഒരു കാലം കഴിഞ്ഞതിന് ശേഷം വിവിധ മതസംഘടനകൾ, സമസ്ത ഉൾപ്പെടെ മറ്റു മതസംഘടനകൾ, വിവിധ വിഭാഗങ്ങൾ ഇവിടെ രൂപം കൊള്ളുന്നുണ്ട്. പക്ഷേ ഫിഖിലും താരീഖിലുമൊക്കെ അല്ലെങ്കിൽ അക്കീദയിലുമൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ള സംഘടനകൾ പോലും ഉള്ളപ്പോൾ ഖുർആൻ്റെ വിഷയത്തിൽ ആർക്കും ഇവിടെ അഭിപ്രായ വ്യത്യാസം ഇല്ല. അത് തജ്വീദായിട്ട് തന്നെയാണ്. അങ്ങനെ വലിയ സംവാദങ്ങൾ ഈ വിഷയത്തിൽ നടന്നിട്ടില്ല എന്നാണ് എൻ്റെ ചെറിയൊരു ബുദ്ധിയിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അതിനിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പം ആ ഒരു യോജിപ്പുള്ള മേഖലയായിട്ടും ഖുർആന് മുൻഗണന പിന്നീട് വരുന്ന, ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫാറൂഖി വരുന്നത് 80 കാലഘട്ടം അല്ലെങ്കിൽ 90 കാലഘട്ടം. പക്ഷേ ഒരു 90-2000 ഒക്കെ ഇടയിലുള്ള കാലഘട്ടത്തിൽ കേരളത്തിൽ ഒരുപാട് മുസ്ലിം സംഘടനകളും അവർക്ക് സ്ഥാപനങ്ങളും അനേകം ഉയർന്നു വന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ പോലും എന്തുകൊണ്ട് ഈ ഒരു സബ്ജക്റ്റിന് ഹിസ്ബിന് ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് ഈ നമ്മുടെ ഫാത്തിഹയിൽ തെറ്റു വന്നാൽ പോലും നിസ്കാരത്തെ ബാധിക്കുന്ന, അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻറ്റ് അതിന് പിന്നീടുള്ള ആ കാലഘട്ടം ഉസ്താദ് പറഞ്ഞു, ഈ പിന്നീടുള്ള കാലഘട്ടത്തിൽ പോലും ഈ ഒരു 2000 പോലും വന്നില്ല എന്നുള്ളത് എന്തായിരിക്കും ഉസ്താദ് മനസ്സിലാക്കിയൊരു കാരണം? അന്ന് ദർസുകളിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അത് ഫിഖിൻ്റെ മസാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തജ്വീദുമായിട്ട് ബന്ധപ്പെട്ട മസാലകൾ ഒരുപാടുണ്ടല്ലോ, ഫിഖിയായിട്ടുണ്ടല്ലോ. അപ്പോൾ ഫിഖിയായിട്ട് അത് പഠിപ്പിക്കുന്നത് കൊണ്ട് ഇത്തരം മസാലകൾ പഠിക്കാൻ പറ്റും. അതുകൊണ്ട് പിന്നെ പ്രത്യേകമായിട്ട് ഒരു സ്ഥാപനമായിട്ട് അവരന്ന് കണ്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. വടക്കേ ഇന്ത്യയിലൊക്കെ അന്നേ ഈ പിന്നെ സ്ഥാപനങ്ങളുണ്ട്. അന്ന് കുറേ സ്ഥാപനങ്ങൾ എന്നുണ്ട്. ഈ കേരളത്തിൽ മാത്രമേ ഉള്ളത് കുറച്ച് കുറവുണ്ടായതെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഈ ഊന്നരുത് കൊടുത്തതിൻ്റെ പേര് അതിലങ്ങനെ ഊന്നി അങ്ങനെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് സ്ഥാപനം വരാത്തത്. ദർസുകളിലുണ്ട്, അന്ന് പാഠപദ്ധതികളായിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ല, പിന്നെ സ്ഥാപനമായിട്ട് ഈ വിഷയത്തിൽ മാത്രം സ്ഥാപനമായിട്ട് വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് പിന്നെ വ്യാപകമായ സമയത്തും കൂടുതൽ ആളുകൾ ഇതിനോട് ജിജ്ഞാസ വരികയും ചെയ്തപ്പോഴാണ് ഇതിന് തുറയെടുക്കാനുള്ള കാരണം ഉണ്ടായത്. ഉസ്താദിൻ്റെ തന്നെ ഹിസ്ബ് ഗവേഷണത്തിൽ, ഈ തജ്വീദുമായിട്ട് ബന്ധപ്പെട്ടൊരു ഗവേഷണത്തിൽ ഉസ്താദ് കണ്ടെത്തിയ അല്ലെങ്കിൽ ജനങ്ങൾ നിർബന്ധമായിട്ടും ഒരു വിശ്വാസി ഉൾക്കൊള്ളേണ്ട ഒരു സബ്ജക്റ്റ് തജ്വീദിൽ നമ്മൾ ആദ്യം ഇന്നത് ശ്രദ്ധിക്കണമെന്ന് ഒരു സാധാരണക്കാരന് ആദ്യമായിട്ട് തജ്വീദ് ഇന്നതാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ഒരു വ്യൂ പോയിൻ്റ് ഏതായിരിക്കും? ആ വ്യൂ പോയിൻ്റ് വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ഹിഫ്ദ് കോളേജ് തുടങ്ങിയത് അഞ്ചുമൻ തൈലിമുൽ ഖുർആൻ എന്ന് പറഞ്ഞ സ്ഥാപനമാണ്. കൊളത്തറ അവരാണ് 72 സ്ഥാപനം അവിടെ തുടങ്ങിയത് അവരാണ്. നമ്മളെ ഇബ്രാഹിം നാജി ആയിരുന്നു അതിൻ്റെ മെയിൻ ആൾ, കൊളംബസ് സ്റ്റോർ ഇസ്മാൽ സാഹിബ് ഇവരായിരുന്നു അതിൻ്റെ ആ കമ്മിറ്റിയിലുണ്ടായിരുന്ന അന്നത്തെ ആളുകളായിരുന്നു. ഇവർ 72 ഈ ഹിഫ്ദ് കോളേജ് തുടങ്ങി. അപ്പോൾ ഹിഫ്ദ് കോളേജ് തുടങ്ങിയത് ഇവർ ഹിഫ്ദ് മാത്രമുള്ള അതായിരുന്നു, മറ്റുള്ള പഠന രീതികളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഹിഫ്ദ് മാത്രം ഒരു കുട്ടി പഠിച്ചത് കൊണ്ടിട്ട് ആ കുട്ടിക്ക് ഒരു പ്രോഗ്രസ് കിട്ടാൻ വഴിയില്ല. ഹിഫ്ദ് ആക്കാമെന്ന് മാത്രമേ ഉള്ളതെന്നല്ലാതെ ആ ഹിഫ്ദ് ആക്കിയതിനുള്ള കൂലിയും അതൊക്കെ കിട്ടുമെന്നല്ലാതെ മറ്റുള്ള പഠന രീതി അതിനോട് ബന്ധപ്പെട്ട പഠന രീതി ഇല്ലാഞ്ഞാൽ ഒരു ഹാഫിളായിട്ടുള്ളതിൻ്റെ മെച്ചം അഭിവൃദ്ധി ഉണ്ടാവണമെങ്കിൽ ഇതും കൂടെ വേണം. അപ്പോൾ ഈ അന്നത്തെ ഉണ്ടായ ഹിഫ്ദ് കോളേജിലൊന്നും മറ്റുള്ള പഠനങ്ങളില്ല, വെറും തനിച്ച ഹിഫ്ദ് മാത്രമായിരുന്നു.
അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥാപനം വന്നതിന് ശേഷം അങ്ങനെ തുടങ്ങി. പിന്നെ ഇവിടെ 86 മുതലാണ് നന്ദിയിൽ തുടങ്ങിയത്. 86 മുതലാണ് തുടങ്ങിയിട്ടുള്ളത്. നന്ദി കോളേജിൽ 86 മുതലാണ് തുടങ്ങിയത്. എൻ്റെ ഓർമ്മയിൽ വരുന്നത് അങ്ങനെയാണ്, 86 മുതലാണെന്നുള്ളതാണ്. നന്ദിയിൽ വെച്ച് തുടങ്ങി. പിന്നെ ഷെയ്ഡാളിലേക്ക് മാറ്റം വന്ന് ആ സമയത്ത് നമ്മൾ അൽ ഫാറൂഖിൻ്റെ ഇത് വീട്ടിൽ വെച്ച ക്ലാസ് അന്നുണ്ട്. അതാരും അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ, സ്ഥാപനമായിട്ട് വന്നില്ല എന്നുള്ളൂ. വീട്ടിൽ വെച്ച് നടക്കുന്നുണ്ടെന്ന് മാത്രമേ. അപ്പോൾ പിന്നെ നന്ദിയിൽ തുടങ്ങുന്നതിൻ്റെ മുമ്പ് എത്ര മുമ്പ് അൽ ഫാറൂഖിൻ്റെ സ്ഥാപനമായിട്ട് പിന്നെ ഇതുപോലെ നടക്കുന്നത് എൻ്റെ വീട്ടിൽ വെച്ച് നടക്കുന്നുണ്ടെന്ന് മാത്രമാണ്. അപ്പോൾ തനിച്ച ഹിഫ്ളാവരുത് ഇത്, അതിൻ്റെ കൂടെ മറ്റുള്ള വിഷയങ്ങളും ഫിഖിയായിട്ടുള്ളതും ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് വിജ്ഞാനങ്ങളും ഇതിൻ്റെ കൂടെ പഠിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായതാണ്. അതുകൊണ്ടാണ് ഒരു സ്ഥാപനം ഉണ്ടാക്കാനുള്ള ഉദ്ദേശം ഉണ്ടായത്. അതുകൊണ്ട് നമ്മളത് അൽ മർകസുൽ ഫാറൂഖി തനിച്ച ഹിഫ്ള് മാത്രമല്ലല്ലോ, ഹിസ്ബ് ക്ലാസ്സുകളുണ്ട്, ശരീഅത്ത് കോഴ്സുണ്ട്, എല്ലാം ഉണ്ടല്ലോ അവിടെ. ഇപ്പോൾ സാധാരണഗതിയിലുള്ള പള്ളി ഇമാമമാർ അല്ലെങ്കിൽ ഹിഫ്ബ് ഒന്നും കരസ്ഥമാക്കാത്ത അല്ലെങ്കിൽ കേവല അറിവുകൾ മാത്രമുള്ള ആളുകൾ ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ ചില ഇമാമുമാരുടെ പിറകിലൊക്കെ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ തജ്വീദിലെ വലിയ പ്രശ്നങ്ങൾ നമുക്ക് മൗമൂമിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് എനിക്കങ്ങനെ പലപ്പോഴും ബോധ്യപ്പെടാറുണ്ട്. കാരണം ചില ഇമാമുമാരുടെയൊക്കെ പിറകിൽ നിൽക്കും അത് ശരിയായില്ല അല്ലെങ്കിൽ കുറച്ചുകൂടി നന്നാക്കാം. അപ്പോൾ എവിടെയാണ് അവർക്കൊരു ക്ലാസ് കിട്ടുന്നതിൽ പേച്ചത് എന്നാണ് തോന്നുന്നത്? ക്ലാസ്സിൽ പേച്ചതല്ല, അല്ലെങ്കിൽ അവർ തേടി പോകാത്ത മേഖല ഏതാണ്? അവർ തേടി പോകാത്ത മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നിവിടെ മേഖലകളുണ്ടല്ലോ, പക്ഷേ വ്യാപകമായിട്ടില്ല എന്ന് മാത്രം, സ്വകാര്യമായിട്ട് നടന്നു പോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനോട് ജിജ്ഞാസുള്ള ആളുകൾ ആ മേഖലകളിൽ തന്നെ അന്ന് ദർസുകളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പം ദർസുകളിലൊക്കെ പോയിട്ടും അത് മെച്ചപ്പെടുത്താൻ വേണ്ടി ദർസുകളിലൊക്കെ പോയിട്ട് പഠിച്ചിരുന്നു, സംശയങ്ങൾ തീർക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്ഥാപനമായിട്ട് വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഇതിനായിട്ടൊരു സ്ഥാപനം ഉണ്ടായിട്ടില്ല എന്ന് അർത്ഥം. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു തജ്വീദുൽ ഖുർആൻ ഒരു കോഴ്സായി പഠിപ്പിക്കപ്പെടുന്ന സ്ഥാപനം ആദ്യമായിട്ട് വന്നത് അൽ മർകസുൽ ഫാറൂഖി. ഇപ്പോൾ നമ്മുടെ മദ്രസ സിലബസുകൾ അത് സമസ്തയുടേതാകട്ടെ, കാന്തപുര വിഭാഗത്തിൻ്റെ ആവട്ടെ, ഇനി മുജാഹിദ് പ്രസ്ഥാനങ്ങളാവട്ടെ, ഏത് സംഘടനകളാവട്ടെ, ഈ സിലബസുകളിൽ ഈ തജ്വീദിന് ഹിഫ്ള് പഠിക്കുകയാണെങ്കിൽ, ഇനി ഹിഫ്ള് പഠിക്കുന്നില്ലെങ്കിൽ പോലും ഖുർആൻ പഠിക്കുമ്പോൾ അതിൽ തജ്വീദിന് എത്രമാത്രം മുൻഗണന നിലവിലുള്ളതിനേക്കാൾ കൊടുക്കേണ്ടതുണ്ട്? അത് നിലവിലുള്ളതിനെക്കാട്ടി ഇന്നിപ്പോൾ ഈ തജ്വീദുൽ ഖുർആൻ എന്ന് പറഞ്ഞ ഈ കോഴ്സുകൾ പല സ്ഥലങ്ങളിലും പഠിപ്പിക്കുന്നുണ്ട്. ഇവിടുന്ന് പഠിച്ചു പോയ ഒരുപാട് വിദ്യാർത്ഥികൾ അവരൊക്കെ മഹല്ലുകളിൽ ഇതേ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ തന്നെ കുറേ വ്യാപകമായി, ഈ പ്രദേശത്ത് തന്നെ കുറേ വ്യാപകമായത് അങ്ങനെയാണ്. ഇവിടെ അൽ മർകസുൽ ഫാറൂഖിൽ വന്ന് പഠിച്ചിട്ട് ഉള്ള പഠിതാക്കൾ അവരെ മഹല്ലുകളിൽ ക്ലാസ്സുകൾ ഇട്ടിട്ട് അങ്ങനെ കുറേ വ്യാപകമാക്കിയത്. പിന്നെ ദൂരദിക്കിൽ നിന്ന് വരുന്ന, ഞാൻ പറഞ്ഞില്ല, കാസർഗോഡ് മുതൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് വരെയുള്ള 7 ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്നതായ ഈ മൊയ്ലാന്മാർ ഉസ്താദന്മാർ കോളേജിൽ നിന്ന് വിട്ടിട്ടുള്ള ഓരോ ഡിഗ്രി എടുത്തതായ പിന്നെ പഠിതാക്കളൊക്കെ അവരെ മഹല്ലുകളിലൊക്കെ ഇതേമാതിരി ക്ലാസ്സുകൾ എടുക്കാനും അതിൻ്റെ ആ പ്രത്യേകത പറയാനും അതിൻ്റെ ആവശ്യകത പറഞ്ഞതിൻ്റെ പേരിൽ അത്തരം പല മഹല്ലുകളിലും എന്തായി ഈ ഇൽമ് വ്യാപകമായിട്ട് അവിടെയൊക്കെ ക്ലാസ്സുകളും സ്ഥാപനങ്ങളും വന്നു എന്നർത്ഥം. ഫാറൂഖിയിലെ തന്നെ ഞാൻ തൊട്ട് മുമ്പ് ചോദിച്ചു, ഒരുപാട് കുട്ടികൾ മത്സരരംഗത്തും മറ്റുമൊക്കെ പോയിട്ടുണ്ട്. എത്ര കുട്ടികൾ ഇതേപോലെ അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഈ മേഖലയിൽ വന്നിട്ടുണ്ട്, വിജയിച്ച് വന്നിട്ടുണ്ട് ഫാറൂഖിയിലെ കുട്ടികൾ? ഫാറൂഖിയിലെ കുട്ടികൾ പിന്നെ സംസ്ഥാന തലങ്ങളിലുള്ള മത്സരങ്ങളിലും ദേശീയ തലങ്ങളിലുള്ള മത്സരങ്ങളിലും അന്താരാഷ്ട്രപരമായിട്ടുള്ള അന്തർദേശീയ തലത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിൽ എല്ലാ തലത്തിലുള്ള മത്സരങ്ങളിലും പിന്നെ സെക്കൻഡും തേർഡും ഫസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ലെവലിൽ ഫസ്റ്റ് കിട്ടിയിട്ടില്ല എന്ന് മാത്രം, സെക്കൻഡ് വരെ എത്തിയിട്ടുണ്ട്, ഫിഫ്ത്ത് എത്തിയിട്ടുണ്ട്, സെക്കൻഡൊക്കെ എത്തിയിട്ടുണ്ട്, മത്സരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മക്കയിൽ നടന്ന കിങ് അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞ അവരുടെ കീഴിൽ നടത്തപ്പെടുന്ന അന്താരാഷ്ട്ര വലിയ പരിപാടിയുണ്ട്, അതിൽ 5ാം സ്ഥാനം കിട്ടിയ അൽ മർകസുൽ ഫാറൂഖിയിലെ വിദ്യാർത്ഥിക്കാണ്. ദുബൈയിൽ നടന്ന ഇൻ്റർനാഷണൽ ഹോളി ഖുർആൻ അക്കാദമിയിൽ നടന്ന അതിൻ്റെ പരിപാടിയിൽ വെച്ചിട്ട് 10 ലക്ഷം ഉറുപ്പ്യോളം പിന്നെ അവിടുന്ന് കരസ്ഥാക്കിയിട്ട് സമ്മാനവും പ്രൈസും അത് ക്യാഷ് അവാർഡും വാങ്ങിയിട്ടുണ്ട്, അവിടുത്തെ സർട്ടിഫിക്കറ്റും ആക്കിയിട്ടുണ്ട്. ഇതുപോലെ ടെഹ്റാനിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര പരിപാടിയിൽ വേൾഡ് സെക്കൻഡ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ദേശീയ ലെവലിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റും സെക്കൻഡൊക്കെ കിട്ടിയിട്ടുണ്ട്, ഹിഫ്ളിലും കിട്ടിയിട്ടുണ്ട്, പിന്നെ ഈ വിഷയത്തിൽ തജ്വീദിൻ്റെ വിഷയത്തിലും കിട്ടിയിട്ടുണ്ട്, ഖുർആൻ പാരായണ മത്സരത്തിലും കിട്ടിയിട്ടുണ്ട്. സംസ്ഥാന തലങ്ങളിൽ ഒരുപാട് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ കിട്ടിയിട്ടുണ്ട്. അതിൽ ബാങ്കിൻ്റെ മത്സരങ്ങളിലും കിട്ടിയിട്ടുണ്ട്, ഹിഫ്ള് മത്സരങ്ങളിലും കിട്ടിയിട്ടുണ്ട്,
ഖുർആൻ പാരായണാവസരങ്ങളും കിട്ടിയിട്ടുണ്ട്. ഈ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന പല ഖുർആൻ ടാലൻറ്റ് ഷോകളിലും അല്ലെങ്കിൽ ഖുർആൻ പാരായണ മത്സരങ്ങളിലൊക്കെ പലപ്പോഴും ഈ ഏറ്റവും മനോഹരമായിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്നത് ഉത്തരേന്ത്യൻ മേഖലയിലൊക്കെയുള്ള അവിടെ നിന്ന് വരുന്ന ഒരുപാട് ആളുകളുടെ നല്ല പാരായണം നമ്മൾ കേൾക്കുന്നുണ്ട്. ശൈലിയും തജ്വീദ് എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് പറയാൻ അറിയില്ല. എന്തുകൊണ്ട് അവിടെ നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് മതപരമായിട്ട് പിന്നോക്കം നിൽക്കുന്നൊരു പ്രദേശമാണോ ഉത്തരേന്ത്യയിലെ ചില പ്രദേശങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ പോലും അവിടെ നിന്നാണ് ഒരുപാട് ഹാഫിലിയങ്ങൾ വരുന്നതും നല്ല മനോഹരമായ പാരായണം നിർവഹിക്കുന്നതും. എന്താണ് കൂടുതൽ എന്ന് പറയുന്നില്ല, കേരളത്തിലും ഒരുപക്ഷെ ആളുകളൊക്കെ ഉണ്ട്, പക്ഷേ അവിടെ പ്രത്യേകിച്ച് അവരുടെ ശബ്ദത്തിനോ അവർക്കൊരു ഉസ്താദിൻ്റെ ഒരു അന്വേഷണത്തിൽ അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത് എന്നാണ്. അവിടെ നമ്മളെ കേരളത്തിൽ തുടങ്ങുന്നതിൻ്റെ കുറേ മുമ്പ് തന്നെ ഈ വിഷയത്തിൽ അവർ ഊന്നൽ കൊടുത്തിട്ട് അവിടെ വ്യാപകമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ വ്യാപകമാകുന്നതിൻ്റെ മുമ്പ് തന്നെ അവിടെ വ്യാപകമാക്കി, ആ ഏരിയകളിലൊക്കെ വ്യാപകമാക്കിയതിൻ്റെ പേരിലും അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിൻ്റെ പേരിലും അതിന് പറ്റുന്ന ആളുകൾ അതിനുള്ള പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചതിൻ്റെ പേരിലും അവിടെ ഇതിനെക്കാളും കുറച്ച് കൂടുതൽ മാറ്റങ്ങൾ അന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് അർത്ഥം. ഇന്നതല്ല, ഇന്ന് ഉത്തരേന്ത്യനെ കവച്ചു വെക്കുന്ന ആളുകൾ കേരളക്കരയിലുണ്ട്. അതെ, ശൈലിയിലുമുണ്ട്, ഇൽമുൽ ഖിറാഅത്തിൻ്റെ പഠനത്തിലുമുണ്ട്, എല്ലാ വിഷയത്തിലും ഇന്ന് കേരളക്കാരെ കവിച്ചേക്കാൻ പറ്റുന്ന ഉത്തരേന്ത്യക്കാരെ കവിച്ചേക്കുന്ന ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട്. മുംബൈ അത് ഇന്നിപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന ചില ആളുകൾ ഇവിടെ വരുത്തുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഹൈദരാബാദിലത്തെ ഒരു വലിയ കാര്യം ഇവിടെ ഇപ്പോൾ അടുത്ത് വന്നിരുന്നു. അതപ്പോൾ ഈ കഴിഞ്ഞ ഇതിൽ വന്നിരുന്നു. അയാൾ അവിടെ വന്നിട്ട് അതിശയപ്പെട്ടിട്ടാണ് പോയത്. അയാൾ ഇവിടുത്തെ വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞാൽ പോയത്. അയാൾ അവിടെ വലിയ പഠിപ്പിക്കുന്ന വലിയ ആളാണ്, സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നത്. തമിഴ്നാട്ടിലെ ആളുകൾ വരുത്തുന്നുണ്ട്, അവിടെ പഠിപ്പിക്കുന്ന ആളുകൾ ഉസ്താദ്മാർ. ബോംബെയിലാണ് പഠിപ്പിക്കുന്ന ഉസ്താദ്മാർ വരുത്തുന്നുണ്ട് ഇവിടെ. ഇതൊക്കെ അറിഞ്ഞിട്ട് വരുന്നവരാണ്. വന്നിട്ട് അവർ പറഞ്ഞത് ഇങ്ങനെയാണ് ഇവിടെ കേരളത്തിൽ ഇങ്ങനെയുള്ളത് നമ്മളറിയില്ല. ഇങ്ങനെ അവർ ഒരു അതിശയം കൂറാണ്. കാരണം ഇങ്ങനെ ഉണ്ട്, ഇത് നിങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ട് ആളെ അറിയുന്നില്ല എന്നാണ് പറയുന്നത്. അയാൾ നിങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അറിയാത്തത്. വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് കുറച്ച് വലിയ ഇത് നമ്മൾ ഉദ്ദേശമായിട്ടല്ല, കുറച്ചും കൂടി അറ്റത്ത് എത്തിയ വിഷയമാണ് മനസ്സിലാകുന്നു. ഇത്തരത്തോളം ഈ വിഷയത്തിൽ ആയത്തിൽ ഇറങ്ങാനുണ്ടെന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാകുന്നതെന്ന് അവർ പറയുന്നുണ്ട്. ഇനി ഇപ്പോൾ ഉസ്താദിൻ്റെ ഒരു അനന്തരം അല്ലെങ്കിൽ ഉസ്താദിന് ശേഷം ഈ മേഖലയിൽ ഉസ്താദ് വിഭാവനം ചെയ്യുന്ന ഏതെങ്കിലും ഒരാൾ ഉസ്താദ് കണ്ടെത്തിയിട്ടുണ്ടാവുമല്ലോ? ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഒന്നും രണ്ടൊന്നല്ല, കൂടുതലുണ്ട്, കൂടുതൽ ആളുകളുണ്ട്. അപ്പോൾ അവർ ഈ മേഖലയിൽ ഇൻഷാ അല്ലാഹ് അവർ നടത്തും. ഉസ്താദിനെ ഏൽപ്പിച്ചതുപോലെ ഉസ്താദും മറ്റൊരാളെ ഏൽപ്പിക്കുമെന്ന്. ഉസ്താദ് തന്നെ ഒരു വിളക്ക് കത്തിച്ചിട്ട് തന്നു, ഇത് കിടത്തരുത് എന്ന് പറഞ്ഞു തന്നു. ഞാനത് കിടത്താൻ ഇതുവരെ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ എൻ്റെ ശിഷ്യന്മാരോടും പറയും, ഈ വിളക്ക് നിങ്ങൾ കിടത്തരുത്, അത് എന്നും നിലനിൽക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ ഇവിടെ ഈ വിഷയം വ്യാപിപ്പിക്കാൻ. ഉസ്താദ് പറഞ്ഞ വാക്ക് ഇഷാഅത്ത് എന്നാണ്, അറബി പദമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് വെറുതെ വ്യാപിപ്പിക്കണം ഈ വിഷയം. ഇനിയും മുഖദ്യമായിട്ട് ഇരിക്കണം എന്ന് എന്നോട് പറഞ്ഞതിൻ്റെ പേരിലാണ് എനിക്കത് ഇരിക്കേണ്ടി വന്നത്. ഇതേ പ്രകാരത്തിൽ ഞാൻ എൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തീരെ അസുഖങ്ങളും പല രോഗങ്ങളൊക്കെ വന്നതിൻ്റെ പേരിൽ ഇപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരോടും പറയാറുണ്ട്. ഞാൻ സനത് തന്നെ എല്ലാവരോടും ഓരോട് തന്നെ കൊടുക്കാൻ വേണ്ടി പറയാറുണ്ട്. റസൂലുള്ളാഹി മുട്ടുന്ന പേരിൽ ഉസ്താദിത്തിന് സനത് ഉണ്ടാവും. അതൊക്കെ ഞാൻ പലർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞിട്ട് നിങ്ങൾ ഇനി കൊടുക്കണം. കാരണം എൻ്റെ ഏകദേശം പരിധി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എത്ര ആയാലും ഇപ്പോൾ അസുഖങ്ങളും കാര്യങ്ങളും വന്നതുകൊണ്ടാണ് വല്ലാതെ മുന്നോട്ട് പോകാനുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടിട്ട് ഇനി നിങ്ങളെ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ പലരെയും ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, കൈകാര്യം ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഉസ്താദിൻ്റെ അത്ര തന്നെ ഏതായാലും ആ വിളക്ക് കത്തില്ലല്ലോ, അത് പറയാൻ പറ്റില്ല. അതിപ്പോൾ ഈ വിളക്ക് കത്തിച്ചത് ആരാണോ ആ കത്തിച്ചാൽ അത് കത്തിക്കല്ലോ. നമ്മളെ കൈകൊണ്ടും പ്രാപ്തി കൊണ്ടൊന്നല്ല ഇതൊന്നും ഉണ്ടാകുന്നത്. ഉസ്താദ് അങ്ങനെ ഒരു ആജ്ഞ ചെയ്തു, ഉസ്താദ് അങ്ങനെ ഏൽപ്പിച്ചു എന്നല്ലാതെ അതിനുള്ള മനസ്സ് തരുന്നതും അതിനുള്ള കഴിവ് തരുന്നതും പഠിച്ചവനാണെന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത്. നമുക്ക് അപ്പോൾ അള്ളാഹു താല തരുന്ന കഴിവ് കൊണ്ട് നമ്മൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതിനൊക്കെ തൗഫീക്ക് ചെയ്യുന്നവൻ പഠിച്ചവനാണ്. അപ്പോൾ തൗഫീക്ക് കിട്ടുക എന്നുള്ളതാണ് വിഷയത്തിൽ. അപ്പം മനസ്സ് വരും, പ്രവൃത്തി ഒക്കെ ഉണ്ടാവും. തൗഫീക്ക് അള്ളാഹിൽ നിന്ന് കിട്ടാൻ നമ്മൾ തേടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെ കുട്ടികളും അതേമാതിരി തേടിക്കഴിഞ്ഞാൽ അവർക്കും കിട്ടും. ഞാൻ ഈ വിഷയം എന്ന് പറഞ്ഞാൽ എനിക്ക് അന്ന് മുതലേ പിന്നെ ഇതിനോട് ഭയങ്കര കേന്ദ്രമാണ്. പിന്നെ എൻ്റെ കച്ചവടമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൈഡായി പോയി. പിന്നെ എൻ്റെ മെയിൻ കച്ചവടമൊക്കെ പിന്നെ സൈഡായിട്ട് മാറി, ഇത് മെയിനായിട്ട് മാറി. ഇപ്പോഴും നിൽക്കണം അങ്ങനെ തന്നെ. ഞാൻ കച്ചവടത്തിൻ്റെ ആവശ്യത്തിന് എൻ്റെ ആവശ്യത്തിന് എന്തെങ്കിലും പോകുന്നല്ലാതെ ഞാൻ പാർട്ട്നേഴ്സിനെ ഏൽപ്പിച്ചതാണ്. അവർ നോക്കും, കച്ചവടമൊക്കെ നോക്കും.
ഇപ്പം മാനുഫാക്ചറിങ്ങിലുള്ള പരിപാടി, ഹോൾസെയിൽ കച്ചവടമുണ്ട്, റീറ്റെയിൽ കച്ചവടമൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കാൻ ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെന്നെ ഒരു പിതാവിനെ കാണുന്ന മാതിരിയാണ് കാണുന്നത്. അവരെ എല്ലാം എന്നോട് ചോദിച്ചിട്ടാക്കിയിട്ട് ചെയ്യുന്ന എല്ലാ പാർട്ട്നേഴ്സൊക്കെ നല്ല ഐക്യത്തിലും ഒക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പ്രകാരം തന്നെ അവർ നീങ്ങുന്ന പാർട്ട്നേഴ്സാണൊക്കെ. അതുകൊണ്ട് എൻ്റെ ആവശ്യങ്ങളൊക്കെ അവർ നിറവേറ്റി തരും. ബാക്കിയുള്ളതൊക്കെ ഞാനവിടെ പോകണമെന്നൊന്നുമില്ല. അവർ നിറവേറ്റിയിട്ട് എൻ്റെ വിഹിതം അവരെ കൊണ്ട് എത്തിച്ചു തരും. ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഞാൻ ഇതുവരെ കഴിഞ്ഞു പോകുന്നുണ്ട്. ഞാനൊരാളോട് 5 പൈസ പ്രതിഫലം വാങ്ങിയിട്ട് പഠിപ്പിച്ചിട്ടുമില്ല. ശമ്പളമൊന്നും 5 പൈസ ഒരാൾ കീശയിലിട്ടെന്ന് കേട്ടാൽ ഞാൻ ആരോട് 5 പൈസ ആരോടും വാങ്ങില്ല. ആദ്യം വരെ ഞാൻ വാങ്ങാറില്ല. പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനോട് ഞാൻ ഇതുവരെ ആദ്യമായിട്ട് വാങ്ങിയിട്ടുമില്ല. പൈസ വാങ്ങിയിട്ടില്ല, ആരോടും വാങ്ങിയിട്ടില്ല. പിന്നെ അവരെ തന്നെ പല ആളുകളും എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് അങ്ങനെ വാങ്ങാഞ്ഞാൽ നമുക്ക് സങ്കടമുണ്ട് ഉസ്താദ് നമ്മളോട് എന്ത് വെറുപ്പുണ്ടായിട്ടാണ് അങ്ങനെ വാങ്ങാത്ത പോകുന്നത്. അപ്പം അവരെ കൂടി സംഘടിച്ചിട്ട് ഒരിക്കലും പറഞ്ഞു, നമ്മളെന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സ് പോലൊക്കെ തരുന്നതൊക്കെ അത് ഉസ്താദ് വാങ്ങാഞ്ഞാൽ നമുക്ക് വെറുപ്പുണ്ട് കാരണം അതിൻ്റെ പേരിലാണ് ചില ആളുകൾ കുട്ടികൾ അങ്ങനെ അങ്ങനത്തെ ചില ഹദിയകൾ കൊണ്ടുവരുമ്പം അത് വാങ്ങാണെന്നല്ലാതെ ക്യാഷ് ഞാനൊരു കുട്ടീനോടും 40 ആരോടും വാങ്ങിയിട്ടില്ല. ഒരു ഫീസ് പോലും ആരോടും വാങ്ങിയിട്ടില്ല. ഹദിയും വാങ്ങിയിട്ടില്ല. എൻ്റെ മരണം പേരെ ആരോടും അതിന് വാങ്ങരുതെന്നുള്ളത് ചിന്തയാണ് എനിക്കുള്ളത്. അത് അള്ളാഹു പൂർത്തീകരിച്ച് തെറ്റേ ഞാൻ ദുആ ചെയ്യണം. ഈ ഖുർആനിക ജീവിതത്തിൽ ഉസ്താദിന് ഏറ്റവും കൂടുതൽ സംതൃപ്തി കിട്ടിയ ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ ഒരുപാട് നിമിഷങ്ങളുണ്ട്. ചില വിദ്യാർത്ഥികളൊക്കെ ഖിറാത്ത് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കരഞ്ഞു പോകും. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇതാണ്, ഇതിനോട് പ്രത്യേകത ഉണ്ട്. അപ്പോൾ എൻ്റെ മനസ്സാകപ്പാടെ മാറും. അപ്പോൾ ഇതൊരു അള്ളാഹു ചെയ്ത നിയമത്തല്ലേ എന്ന് ഞാൻ കരുതി പോകും ആ സമയത്ത്. അപ്പോൾ ആ നിയമത്തെ നമ്മളങ്ങനെ ഇട്ട് പോകുന്നു ആ ചിന്ത വരുമ്പോൾ ഈ ഒത്തു നിർത്താതെ പോയത് അതാണ് ഉദ്ദേശം. അല്ലെങ്കിൽ ആ ചിന്ത ഒന്നും നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ അള്ളാഹു ചെയ്തൊരു നിയമത്താണ്. അപ്പോൾ ആ നിയമത്ത് നമ്മളങ്ങനെ വലിച്ചെറിയാന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നപ്പോൾ പിന്നെ ഇതിനോട് കൂടുതൽ കമ്പം വന്നപ്പം പിന്നെ ഇതിൽ തന്നെ ലയിച്ചു പോയി അങ്ങനെ പോകണമെന്ന് ഉദ്ദേശം. ഉസ്താദിൻ്റെ ഒരു അടുത്തൊരു ആഗ്രഹം എന്താ? അങ്ങനെ പ്രത്യേക ആഗ്രഹമൊന്നുമില്ല. എൻ്റെ പ്രത്യേക ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കുറഞ്ഞ കാലങ്ങളല്ലേ ഉള്ളൂ. ഇപ്പോൾ ആഫിയത്തൊക്കെ പോയല്ലോ. ഇപ്പോൾ ആഫിയത്ത് കെട്ടിട്ട് കുറേ കാലം അത്ര കാലങ്ങളെന്നൊരു കണക്കുണ്ടല്ലോ എത്ര ആയാലും. അപ്പോൾ ആ ഉള്ള കാലങ്ങൾ നല്ല നിലക്ക് തന്നെ ജീവിതം മാറ്റണം, അവസാനം നല്ല നിലയിലും ഭരിക്കണം എന്ന ഒരു ഈമാൻ കിട്ടി മരിക്കണം. അതിനുള്ളതായ പണികൾ ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ, വേറെ ഒരു ഉദ്ദേശം ഇപ്പം മനസ്സിലില്ല. ഈ ഉള്ള കാലങ്ങളൊക്കെ ആ നിലയിൽ ചിലവാക്കണം, ഫാറൂഖിക്ക് വേണ്ടി ചിലവാക്കണം. അതേ പ്രകാരത്തിൽ ഈ ഖുർആൻ്റെ ഈ വിജ്ഞാനവുമായിട്ട് മരണം വരെ കൊണ്ട് നടക്കണം. അതിനുള്ള തൗഫീക്ക് പഠിച്ചാൻ തരണമെന്നും അതിൻ്റെ മേലുള്ള ദുആയാണ് മാത്രമേ ഉള്ളത്, വേറൊരു ഉദ്ദേശമില്ല. ഈ നിമിത്തം ഇതൊരു വസീലായിട്ട് ദുആ ചെയ്യാനുള്ള ഒരു വസീലാക്കി മാറ്റിയിട്ട് ഇത് ദുആ ചെയ്യാൻ ഒരു അമലാക്കി മാറ്റാനുള്ള ഒരു ഉദ്ദേശമാണ്. അതുമാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പേരിൽ നമ്മൾ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ മറ്റുള്ള ഒരു ദുരുദ്ദേശം ഇതുകൊണ്ട് ഉണ്ടാവരുതെന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഈ നിലയ്ക്ക് മുന്നോട്ട് പോയിട്ട് നല്ല നിലയിൽ മരിക്കണം എന്നൊരു ഉദ്ദേശം മാത്രമേ എളുപ്പമുള്ളത്, വേറെ ഒരു ചിന്തയില്ല. അൽ മർക്കസുൽ ഫാറൂഖി ഇവിടെ ക്ലാസ് എന്നല്ലാതെ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ പോലും ഞാനിപ്പോൾ അങ്ങനെ ഇവിടെ ഒരാളായിട്ട് നിൽക്കാമെന്നല്ലാതെ എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ പാർട്ട്നേഴ്സ് എനിക്ക് പൂർത്തീകരിച്ച് തരുന്നുണ്ട്. ഞാൻ മാസ്റ്റർ വഹിക്കാതോ അല്ലെങ്കിൽ 2 ആഴ്ച കുടുംബങ്ങളൊന്നും പോയിട്ട് വരും എന്നല്ലാതെ വല്ല കണക്കോ കാര്യം നോക്കാൻ വേണ്ടി അവരങ്ങോട്ട് എൻ്റെ വീട്ടിലേക്ക് വരുത്താണ് സാധാരണ. അങ്ങനെ എൻ്റെ ആവശ്യം ഉണ്ടാകുമ്പോൾ വരും. ഇവിടെ നിൽക്കാൻ നോക്കി പിടിച്ചതിന് കണക്കൊക്കെ നല്ല നിൽക്കുന്ന പാർട്ട്നേഴ്സൊക്കെ നല്ല കച്ചവടം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഹോൾസെയിൽ കച്ചവടമുണ്ട്, റീറ്റെയിൽ കച്ചവടമുണ്ട്, ഒക്കെ ഉണ്ട്. നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ട് എൻ്റെ ആവശ്യങ്ങൾ പഠിച്ച നിറവേറ്റി തരുന്നുണ്ട്. അപ്പോൾ എനിക്കൊരാളോട് 5 പൈസ വാങ്ങി ജീവിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരാളോട് അങ്ങനെ എൻ്റെ മനസ്സിൽ അങ്ങനത്തെ ചിന്തയില്ല. അങ്ങനെ പോകണം. അത് നമ്മളെ കാര്യങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെ ഈ മഷൂറായ ഈ കാര്യങ്ങളിൽപ്പെട്ട ഹംസത്തുൽ കൂഫി എന്ന വലിയ മഹാനുണ്ട്. നമ്മളെ ഖിറാഅത്തിൻ്റെ പജ്ഞാതാവായ ആസിമുൽ കൂഫിൻ്റെ കാലശേഷം കൂഫയിൽ ക്ലാസ് നടത്തിയ ആളാണ് ഹംസത്തുൽ കൂഫി. ഇവർ ഇതിനെ ഇങ്ങനെ ഹദീസ് സ്വീകരിക്കാറില്ല, കൂലി വാങ്ങാറില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കിതാബുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനോട് താപിയായിട്ട് അതിനോട് ഇതായിട്ട് ഒരു ഇത്തിബാ ചെയ്ത് കൊണ്ടിട്ട് അങ്ങനെ മുന്നോട്ട് നീങ്ങാമെന്നുള്ളൊരു ഉദ്ദേശമാണ്. അങ്ങനെ പല ആളുകളും അങ്ങനെ വാങ്ങാത്തവരും ഉണ്ടല്ലോ. അപ്പോൾ അവരോട് ഇത്തിബാ ചെയ്തുകൊണ്ട് ഈ വിഷയത്തിൽ 5 പൈസ ഖുർആൻ്റെ വിഷയത്തിൽ 5 പൈസ അവരോട് വാങ്ങാതെ തന്നെ ഇങ്ങനെ തന്നെ പഠിപ്പിച്ച് പോകണം. ഇതൊരു വസീലായിട്ട് ദുആ ചെയ്യാൻ ഒരു അമലാക്കി വെക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ. അവസാനമായിട്ട് ഉസ്താദേ, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഖുർആൻ്റെ ഒരുപാട് പാരായണ രീതികളുണ്ട്, അതുപോലെ തന്നെ ശൈലികളുമുണ്ട് ഓതുന്നതിൽ. കേരളത്തിൽ ഏത് രീതിയിലുള്ള ഖുർആൻ പാരായണ ശൈലി വേണമെന്നൊക്കെ ഉസ്താദിന് ഏതെങ്കിലും സജഷൻസ് ഉണ്ടോ? വേൾഡിൽ ഒരുപാട് കാര്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നല്ല നല്ല ശൈലിയുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്.
അത്യാവശ്യം നല്ല അറിവുള്ള കായികകളാണ് ഉള്ളതുണ്ട്, അത്യാവശ്യം നല്ല പഠിച്ച കായികകളാണ് ഉള്ളത്. അതിൽ പല ആളുകളുടെയും ശൈലിയൊക്കെ പിൻപറ്റാൻ പറ്റുന്ന ശൈലി തന്നെയാണ്. ഇന്ന ആൾ ഇന്നാൾ പ്രത്യേകം പറഞ്ഞ ആവശ്യമില്ല. കാരണം പറയുമ്പോൾ ചിലവർക്ക് ആരോ ഒരു ഇത് വരും, ഇന്നാൾ മുന്തിയ മറ്റാൾ താഴ്ന്ന ഒരു മോശമായിട്ട് വരണ്ടെന്ന് വെച്ചിട്ടാണ്. പല നല്ല ആളുകളും ഈ വിഷയം നല്ല വിജ്ഞാനമുള്ള പല കാര്യങ്ങളും രംഗത്തുനിന്നുണ്ട്. അപ്പോൾ അതിൽ പിൻപറ്റാൻ പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ആ കുട്ടികളോടൊക്കെ അവരെല്ലാ ശൈലികളും പിൻപറ്റാൻ വേണ്ടി പറയലാണ്. ശൈലി നിങ്ങൾ അവരൊക്കെ അതൊക്കെ പിൻപറ്റിക്കോളും. ഇൽമുൽ ഖിറാഅത്തുമായിട്ടുള്ള ഇൽമ് ഇവിടുന്ന് കരസ്ഥാക്കുക. ശൈലി നിങ്ങൾ ആരതും പിൻപറ്റാൻ കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ ആ വിജ്ഞാനശാഖകളിലെ അറിവ് നല്ലോണം വേണം. അറിവില്ലാതെ വെറും ശൈലി മാത്രം പകർത്തിയിട്ട് പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് ശൈലി പകർത്താൻ വേണ്ടി നിങ്ങൾ ഇത്തരം നല്ല നല്ല കാര്യങ്ങൾ ശൈലി പകർത്തിക്കോളി. വിജ്ഞാനം നിങ്ങൾ അത് മെയിനായിട്ട് ഒരു ഗുരുമുഖത്തു നിന്ന് തന്നെ പഠിച്ചിട്ട് ഖുർആൻ മുഴുവൻ ഓതി കേൾപ്പിക്കണം എന്നാണ് എൻ്റെ ആജ്ഞ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഈ ശൈലി നിങ്ങൾ ആദ്യം പിൻപറ്റുന്നതിന് കുഴപ്പമില്ല. തെറ്റില്ലാത്ത ആളുകളിലൊക്കെ ശൈലി പിൻപറ്റുന്നതിന് കുഴപ്പമില്ല. ഏത് ശൈലിയിലും കൊടുക്കാൻ പറ്റും. അങ്ങനെ അപ്പോൾ ഇവിടെ കേരളത്തിൽ ഇപ്പം പല കാര്യങ്ങളും ശൈലി ഇപ്പോൾ ഏറ്റെടുത്ത് ഓതുന്നവരുണ്ട്. നമ്മളെ വിദ്യാർത്ഥികൾ തന്നെ പല ശൈലികൾ ഓതുന്ന ആളുകളുണ്ട്. ഏത് ശൈലിയിൽ ഓതുന്ന വിദ്യാർത്ഥികളുണ്ട്. ഇപ്പോൾ വ്യത്യസ്ത കാര്യങ്ങൾ ശൈലിയായി അതാ ശരിയാണ് പറയുന്നത്. വ്യത്യസ്ത കാര്യങ്ങൾ ഓതുന്ന ശൈലിയിലും ഏത് വിധത്തിൽ ഓതുന്ന ശൈലിയിൽ എടുത്ത് ഓതുന്ന കുട്ടികൾ നമ്മളെ ഫാറൂഖിൽ ആ കുട്ടികളുണ്ട്. ഫാറൂഖിൽ പഠിച്ച കുട്ടികളുണ്ട്. എൻ്റെ കീഴിൽ പഠിച്ച കുട്ടികൾ ഒരുപാടുണ്ട്. ഇവിടെ ഇപ്പോൾ അൽമാർക്കസുൽ ഫാറൂഖിന്നാണ് ഇപ്പോൾ സബഖിറാത്ത് പഠിപ്പിക്കുന്നുണ്ട്. സബഖിറാത്ത് മുമ്പേ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴല്ല കുറേ മുമ്പ് പഠിപ്പിക്കുന്നതാണത്. സബഖിറാത്തിൻ്റെ ഷാത്തബിയത്ത് തന്നെ ഈ ഖിറാത്തിനെ ആസ്പദമാക്കിയിട്ട് ആ കിതാബിനെ ആസ്പദമാക്കിയിട്ട് 7 ഖിറാത്ത് മുമ്പേ പഠിപ്പിക്കാറുണ്ട്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതേമാതിരി ഖത്മുൽ ഖുർആനായിട്ട് എൻ്റെ ശൈലി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ഓതിയതിൻ്റെ ബാക്കി ഒരാൾ ഓതാന്നുള്ള ശൈലിയല്ല എൻ്റെത്. മുൻകാലത്ത് ഇവിടെ നടന്നത് അങ്ങനെ ഇതുണ്ടായിരുന്നത്. കേരളത്തിൽ നടന്നുണ്ട് ഒരാൾ ഓതിയതിൻ്റെ ബാക്കി മറ്റാൾ ഓതാൻ. ഇങ്ങനെ ഓതിയിട്ട് ഒരു ഖത്തമ് തീർക്കുന്ന അത് തെറ്റല്ല, അത് അനുവദനീയമാണ്. അന്ന് അങ്ങനെ കഴിയും. അതിന് കുറഞ്ഞ ആ നിലക്ക് അതിനായിട്ട് ആയത്തിൽ ഇറങ്ങിയിട്ട് ആളുകൾ ഇറങ്ങാത്തതിൻ്റെ പേരിലുണ്ടായതാണ് അത്. ഞാൻ ആ ഉദ്ദേശമില്ല. ഞാൻ എൻ്റെ ഒരു വിദ്യാർത്ഥി പഠിക്കണം, അത്യാവശ്യം നല്ല നിലക്ക് പഠിക്കണം. അതിന് ഖുർആൻ മുഴുവനും എൻ്റെ മുന്നിൽ ഓതി കേൾപ്പിക്കണം. എന്തെങ്കിലും ഞാൻ സനത് കൊടുക്കുള്ളൂ. ഇവിടെ സനത് കൊടുക്കാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കേൾപ്പിച്ചിട്ട് അങ്ങനെ 40 ദിവസം കൊണ്ട് ഓതിപ്പിച്ചിട്ടും പൂർത്തിയാക്കാതെ ഓതിയിട്ടും 10-20 ദിവസം ഓതിയിട്ടൊക്കെ ഒരു പൂർണ്ണമായിട്ട് പഠിക്കാതെ ആ വിദ്യാർത്ഥിക്ക് സനത് കൊടുക്കാന്നുണ്ട്. ആ സനത് കൊടുത്ത് ആ വിദ്യാർത്ഥി തന്നെ പഠിപ്പിക്കുന്നത് ഇവിടെ തെറ്റുകളെ കൂടെ ഉള്ളൂ. അത് പറ്റില്ല. സനതൊക്കെ കൊടുക്കുമ്പം അതിന് അർഹത ഉള്ളവർക്ക് സനത് കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ആ നിലക്കുള്ള വിദ്യാർത്ഥികൾക്കും അത്യാവശ്യം കിതാബൊക്കെ തിരിയുന്ന നല്ല മൗലവിമാരായ ആളുകൾക്ക് മാത്രമേ സനത് കൊടുക്കലുള്ളൂ. ഉസ്താദിയത്ത് പരമ്പര സനത് കൊടുക്കുള്ളൂ. മനസ്സിലായില്ലേ? അത് ഇന്ന് ഞാൻ മുതലുള്ള റസൂലുള്ളാഹി വരെ മുട്ടുന്ന 30 കണ്ണികളാണ് എൻ്റെ സനതിലുള്ളത്. 30 കണ്ണി എത്തുമ്പോൾ റസൂലുള്ളാഹി മുട്ടും. അങ്ങനെ കുറഞ്ഞ കണ്ണികളുള്ള ആളുകൾ ഇവിടെ അപൂർവമുള്ളൂ. ഉണ്ടാവാം, എനിക്കറിയില്ല, ഉണ്ടാവാം. പക്ഷേ അപൂർവ ആളുകളെ ഉണ്ടാവുള്ളൂ എന്ന് അർത്ഥം. മനസ്സിലായില്ലേ? ഈ വടക്കേ ഇന്ത്യയിലുള്ളതിൽ അധികം ആളുകൾക്കും 36, 37, 40 കണ്ണികളാണ്. അവിടെ വരുന്ന ആളുകളൊക്കെ ചോദിക്കുന്നത് എല്ലാം 36, 37, 38 കണ്ണികളാണ് മുഴുവനുള്ളത്. പക്ഷെ അതേ അടിസ്ഥാനത്തിൽ കേരളക്കരയിലുള്ള പഴയ ആളുകൾക്കൊക്കെ 30ൻ്റെ ചോടുള്ള ആളുകളാണ്. മനസ്സിലാക്കാൻ അവിടെ ആ വിഷയം അവിടെ ഉണ്ടല്ലോ ആദ്യം എന്ന് മനസ്സിലാക്കാതെ അതിൻ്റെ അത് മനസ്സിലാക്കാതെ. പക്ഷെ അത് സ്വകാര്യമായിട്ട് പോയെന്ന് മാത്രമേ ഉള്ളൂ. പരസ്യമായിട്ട് വ്യാപകമായിട്ട് പോയതിൻ്റെ അർത്ഥത്തിലുള്ളൂ. അപ്പം ഈ വിജ്ഞാനം അന്നിവിടെ ഉണ്ടല്ലോ, അത് സ്വകാര്യമായിട്ട് നടന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഒറ്റ കാര്യം കൂടി, ഇപ്പോൾ നമ്മുടെ പണ്ടത്തെ വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ കൊച്ചുകുട്ടികൾ ഇപ്പോൾ ഒരു കുട്ടി മദ്രസയിൽ പോകുന്നൊരു കുട്ടി ഖുർആൻ പഠിക്കുന്നത് 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴാണ് അതിനൊരു കൂട്ടി വായിച്ചൊക്കെ പിന്നെ ഫാത്തിഹയോ അല്ലെങ്കിലൊക്കെ പൂർണ്ണമായിട്ട് വൽഫജ്റൊക്കെ ഓതാൻ പഠിപ്പിക്കുന്ന ആ ഒരു പീരീഡ്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി മാറി. ഇപ്പോൾ തിബിയാനും അൽഫിത്രയും അൽബിർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ വിദ്യാഭ്യാസ രീതികൾ വരുന്നു. കുട്ടികൾ പിന്നെ സലാത്തും സലാമും ഒക്കെ ആ ക്ലാസ്സിൽ നിന്ന് പഠിച്ചു. അപ്പോൾ 3.5 വയസ്സാണ് അവരുടെ ഒരു പ്രായം എന്ന് പറയുന്നത്. ഈ ഒരു പ്രായത്തിൻ്റെ ഘട്ടത്തിൽ ഒരു പക്ഷേ ഇനി ഖുർആൻ കൂടി അവരെ പഠിപ്പിക്കണമെന്ന് പാഠ്യപദ്ധതി തീരുമാനിക്കുകയാണ്. ഉസ്താദിനോട് യോജിക്കുമോ? യോജിക്കുന്നതിന് എതിർപ്പില്ല. കാരണം കാലഘട്ടം മാറിയെന്നനുസരിച്ചിട്ട് ചിലതൊക്കെ യോജിക്കേണ്ടി വരും. ചില വിഷയത്തിലൊക്കെ സാധാരണ പഠിക്കാനുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ 5 വയസ്സ് മുതൽ ഒരു 25 വയസ്സിൻ്റെ ഇടയിലാണ് പഠന രീതിക്ക് ഏറ്റവും നല്ല പ്രായം എന്ന് പറഞ്ഞാൽ അതാണ്. 5 വയസ്സിൻ്റെ ശേഷമാണ്. അപ്പം 5 വയസ്സ് തൊട്ടും, അതായത് ഇമാം ഷാഫിയെ പോലത്തെ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ തൊട്ടിൽ മുതൽ തുരില വരെ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇൽമു എന്ന് പറഞ്ഞാൽ അങ്ങനെ. അപ്പോൾ തൊട്ടിൽ മുതൽ തന്നെ ഇൽമിൻ്റെ വിഷയമാണെന്ന് അർത്ഥത്തിലാണ്. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഏത് പ്രായത്തിലും വിജ്ഞാനം തുടങ്ങാൻ പറ്റും. പക്ഷേ അതിൻ്റെ പ്രായപരിധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും 5 വയസ്സിൻ്റെ ശേഷം മുതൽ ഈ 25 വയസ്സിൻ്റെ പ്രായത്തിൻ്റെ ഉള്ളിലുള്ള പഠന രീതിക്കാണ് കൂടുതൽ
നമ്മൾ അതിന് കൂടുതൽ ഊന്നൽ കൊടുത്താൽ അത് കൂടുതൽ എഫക്റ്റ് ചെയ്യും. മറ്റുള്ള പ്രായത്തിലാകുമ്പോൾ അത്ര എഫക്റ്റ് ചെയ്യില്ല. എഫക്റ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. ഇപ്പോൾ നമ്മളൊരു 10-40 വയസ്സൊക്കെ ആയിട്ട് പഠിക്കാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് ആ പഠനം നമ്മൾ ഓർമ്മയിൽ നിൽക്കുവാൻ കുറച്ച് പ്രയാസമുണ്ട്. നമുക്കൊക്കെ അനുഭവമാണ് ഇപ്പോൾ അതൊക്കെ. നമ്മൾ മുമ്പ് പഠിച്ചൊക്കെ നമുക്ക് നല്ല ഓർമ്മയിലുണ്ട്. അപ്പോൾ ചെറുപ്രായത്തിൽ പഠിച്ചത് ഓർമ്മയിലുണ്ടാവുന്ന പറഞ്ഞാൽ അർത്ഥവാക്യം ഉണ്ടല്ലോ അങ്ങനെ. ചെറുപ്രായത്തിൽ പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് വളരെ ശരിയാണ്, കറക്റ്റാണ്. അതിന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ടല്ലോ. ഇന്ന് വളരെ ചെറുപ്പത്തിൽ പഠിച്ചത് ഏത് പ്രായമായാലും ഓർമ്മ ഉണ്ടാവുന്നതാണ്. പക്ഷെ അത് ഈ കുറച്ച് ഒരു 10-50 വയസ്സിൻ്റെ ശേഷം എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മയിൽ നിൽക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ശാസ്ത്രം കണ്ടുപിടിച്ചിരുന്നത് പറഞ്ഞ അങ്ങനത്തെ ഒക്കെ. ഓക്കെ. തലച്ചോറിന് അത്തരമുള്ള അങ്ങനത്തെ കഴിവുകളൊക്കെ പഴയത് ഓർമ്മ ഉണ്ടാകുന്നത്, അന്ന് പഴയത് ഓർമ്മ ഉണ്ടാകുന്നതാണ്. എത്ര 90-100 വയസ്സായാലും അത് ഓർമ്മ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അടുക്ക് പഠിച്ചതൊക്കെ ഓർമ്മ കിട്ടുന്നത്. ഈ ഖുറാനിക് ലൈബ്രറികൾ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു ഇതുണ്ടോ, അല്ലെങ്കിൽ കേരളത്തിൽ മതിയായതുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പം കേരളത്തിൽ ഇഷ്ടംപോലെ ഉണ്ട്. മുമ്പത്തെ അപേക്ഷിച്ചിട്ട് ഒരുപാട് ഇപ്പം കേരളത്തിൽ പല സ്ഥാപനങ്ങളിലും പിന്നെ കിതാബുകളായിട്ട് ഇല്ലെങ്കിലും അവരിപ്പോൾ ഈ സീഡിയിലൊക്കെ ആക്കി വെച്ചിട്ട് ഒരുപാട് കിതാബുകൾ സീഡിലാക്കി വെക്കുന്നത്. അതുകൊണ്ട് അത് ഉപയോഗത്തിന് പറ്റല്ലോ. ഗ്രന്ഥങ്ങൾ ആ രൂപത്തിലുള്ള ഈ വിഷയത്തിൽ, ഈ ഇൽമുൽ ഖിറാഅത്തുമായിട്ട് വിഷയത്തിൽ ഇന്നിവിടെ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ കൂടുതൽ ഗ്രന്ഥങ്ങളുള്ളത് എൻ്റെ ഈ വീട്ടിൽ 400 ചില്ലാനും ഗ്രന്ഥങ്ങൾ ഈ ഒരു വിഷയത്തിൽ മാത്രമുണ്ട്. ഖുറാനിൽ മാത്രമുണ്ട്. ഇൽമുൽ ഖിറാഅത്തിന് മാത്രം പഴയതും പുതിയതുമായിട്ടുള്ള ആധികാരികമായ ഗ്രന്ഥങ്ങളോ. എനിക്ക് മനസ്സിലാവാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇൽമുൽ ഖിറാഅത്ത് എന്ന് പറയുമ്പോൾ ഹിസ്ബുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം. ഇൽമുൽ ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ ഹിസ്ബും ഇതെല്ലാം ഇൽമുൽ ഖിറാഅത്ത് എന്ന് പറഞ്ഞാലും ഈ 4 ഇൽമുകൾ ബന്ധപ്പെട്ട ഇൽമുൽ ഖിറാഅത്ത് ഉണ്ട്. ഖിറാഅത്തിൻ്റെ ഇൽമ്, ഖുറാൻ്റെ റസ്മ് എന്ന് പറയും, എഴുത്തിൻ്റെ ആ ഇൽമ് അത് പെട്ടതാണ്. വഖഫ് ബിത്തിദാ എന്ന് പറയും, ഖുറാൻ അങ്ങനെ ആരംഭിക്കേണ്ടത് എവിടെ നിർത്തേണ്ടതെന്നുള്ള ആ പഠനത്തിൻ്റെ ഒരു ഇൽമുണ്ട്. അതിന് ഇൽമുൽ വഖഫ് വല്ലി ബിത്തിദാ, ഇൽമുൽ ഇബ്തിദാ വൽ വഖഫ് എന്ന് പറയും. മനസ്സിലായില്ലേ? വഖഫ് ബിത്തിദാൻ്റെ ഇൽമെന്ന് പറയും. പിന്നെ ഉള്ളത് ഇൽമുൽ തജ്വീദ്. ഈ 4 കൂടി കൂടുന്നതിന് വിഷയത്തിനാണ് ഇൽമുൽ ഖിറാഅത്ത് മൊത്തത്തിൽ പറയാം. ആ ഇൽമുൽ ഖിറാഅത്തിൽ പെട്ടിട്ടുള്ള വിഷയത്തിൽ 400 ചില്ലാനം ഗ്രന്ഥങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ എത്രത്തോളം ഗ്രന്ഥം കണ്ടിട്ടുണ്ടാലും മദീന നബവിയിൽ, അവിടെ മസ്ജിദ് നബവിയിലാണ് കണ്ടിട്ടുള്ളത്. 600 ചില്ലാനം ഗ്രന്ഥങ്ങൾ അവിടെ ഉണ്ട്. ഞാൻ മുഴുവൻ പരിശോധിച്ചതാണ് അവിടുത്തെ ഗ്രന്ഥങ്ങൾ മുഴുവൻ. പക്ഷേ അതിൽ കുറേ ആവർത്തനങ്ങൾ വന്ന ഗ്രന്ഥങ്ങളുണ്ടെന്ന് അർത്ഥം. പിന്നെ ഞാനിവിടെ ഇപ്പോൾ ഇന്ത്യയിൽ പെട്ടിട്ടുള്ള പല സ്ഥാപനങ്ങളും പോയി പരിശോധിച്ചതാണ്. അവരെ കുത്തുബഖാനൊക്കെ പോയി പരിശോധിച്ചതാണ്. അവിടെയൊക്കെ ഒരു 10-50 ഗ്രന്ഥങ്ങൾ ചോടയുള്ള കണ്ടിട്ടുള്ളൂ. ലക്നോയിൽ, ഇവിടെ മറ്റേ വെല്ലൂർ, പിന്നെ അങ്ങനെ കണ്ടിട്ടുള്ള പല സ്ഥാപനങ്ങളും ഇവിടെ തന്നെ പല സ്ഥാപനങ്ങളും ഞാൻ എൻ്റെ കുട്ടികളെ അയച്ചിട്ട് കുത്തുബഖാനൊക്കെ പരിശോധിച്ചതാണ്. ഇവിടെ വന്ന് എത്ര ഗ്രന്ഥങ്ങളില്ല. ഞാനിത് അന്ന് മുതൽ ഇന്ന് വരെ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ ശേഖരിക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്ത പിന്നെ കഴിഞ്ഞ ആഴ്ച വരെ ഗ്രന്ഥം ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് അതിനോട് പ്രത്യേക ഒരു താല്പര്യമാണ് ഈ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ. അത് കാരണമുണ്ട്, ഗ്രന്ഥം ശേഖരിക്കാൻ കാരണമുണ്ട്. ഇവിടെ പല ചോദ്യങ്ങളും വരും ഈ വിഷയത്തിൽ. അപ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കണമെങ്കിൽ ഗ്രന്ഥങ്ങൾ ആവശ്യമാണ്. ഗ്രന്ഥങ്ങൾ റെഫർ ചെയ്യണം. ഗ്രന്ഥങ്ങൾ റെഫർ ചെയ്യാതെ ഒന്നും മറുപടി പറയാൻ കഴിയില്ല. അപ്പം ഇവിടെ അങ്ങനെ ഇപ്പം 461 ചോദ്യം ഇവിടെ എനിക്ക് വന്നു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ 2 ഗ്രന്ഥങ്ങൾ ഞാൻ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയിൽ ആരും ഇറക്കിയിട്ടില്ല ഈ വിഷയത്തിൽ. ചോദ്യങ്ങൾക്ക് വന്നിട്ട് മറുപടി അയച്ചിട്ടുള്ള ഒരു ഫത്താവ പോലെ ഇറക്കി ഇന്ത്യയിൽ ആരും ഒരു ഈ ഫിഖ് വിഷയത്തിലൊക്കെ സംവാദങ്ങളൊക്കെ നടക്കാറുണ്ട്. ഈ മുജാഹിദ് സുന്നി എന്നൊക്കെ പറയും പോലെ ഈ ഖുറാൻ വിഷയത്തിൽ ഏതെങ്കിലും ഉസ്താദിന്റെ ചരിത്രത്തിൽ സംവാദം ഉണ്ടായിരുന്നു? സംവാദം നടത്തിയിട്ടില്ല. ഇതിൻ്റെ ക്യാമ്പുകൾ നടത്തിയിട്ട് ഓൾ കേരള സംഗമൊക്കെ നടത്തിയിട്ടുണ്ട്. ആൽഫാറൂഖ് വെച്ചിട്ട് 2 പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. ഓൾ കേരള എല്ലാ കാര്യങ്ങളെയും സംഘടിപ്പിച്ചിട്ട് അവരെ സംശയ നിവാരണങ്ങൾ നിർത്താൻ വേണ്ടി 2 പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. അല്ലാതെ സംവാദമല്ല. സംവാദം നടത്തി. സംവാദത്തിൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് പഠിക്കാൻ മനസ്സിലാക്കാൻ. എൻ്റെ സംവാദം കൊണ്ട് ഒരാൾ മടങ്ങി ഇവിടെ വരുന്നില്ല. അത് ഇവിടെ എത്ര സംവാദങ്ങൾ നടന്നിട്ടുണ്ട്. പല കുട്ടികളുമായിട്ടും സുന്നത്ത് ജമാഅത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടുണ്ടല്ലോ. ആരാണ് മടങ്ങി വന്നത്? പരസ്യമായ സംവാദം വന്നിട്ട് ഇവിടെ മടങ്ങുന്നില്ല ആരും. അപ്പോൾ രഹസ്യമായ ഉണ്ടെങ്കിൽ മടങ്ങാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ മടങ്ങിയ ചരിത്രം എനിക്കുണ്ട്. ഈ വിഷയമായിട്ട് ഒരാൾ സംവദിച്ചു എൻ്റെ അടുത്ത്, രഹസ്യമായിട്ട് സംവദിച്ചു, വലിയ ആളിനെ സംവദിച്ചിട്ട് ഈ വിഷയമായിട്ട് സംവദിച്ചിട്ട് അയാൾ 5 രജിസ്റ്റർ കത്ത് കൊണ്ട് മടങ്ങി അയാൾ എൻ്റെ വാക്കാനായിട്ട് മാറി. അതൊരു സംവാദമായിരുന്നു. എഴുത്തുകാരൻ സംവാദം മതപ്രകൃതമായിട്ട് നടന്നല്ല, അത് രഹസ്യം കൊണ്ടിട്ടാണ്. ആളെ പേര് ഞാൻ പറയുന്നില്ല. വലിയ ആളുകളാണ്. ആളുകൾ മരിച്ചു പോയി. അറിയുന്നവരൊക്കെ അറിയും, പരസ്യമാക്കിയിട്ടില്ല മാത്രം. മനസ്സിലായില്ല? അപ്പോൾ സംവാദങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ രഹസ്യമായിട്ട് നടത്തിയാൽ സംവാദങ്ങളൊക്കെ വിജയിക്കാൻ ചാൻസ് ഉണ്ട്. ആളുകൾക്ക് മടക്കാനുള്ള ചാൻസും ഉണ്ട്. കാരണം മറ്റേത് മടങ്ങാൻ ഈഗോ പ്രശ്നമാണ്.
ഞാനിപ്പോൾ മടങ്ങാന്നുണ്ടെങ്കിൽ ഞാൻ ആൾക്കാട് ചെറുതാവില്ല എന്നുള്ള വിഷയത്തിൽ ഇന്ന് ഈ സംവാദത്തിൽ വരാൻ പാടില്ല. ഹക്കറിഞ്ഞാൽ മടങ്ങാന്നുള്ള ചിന്ത വേണ്ടിയിട്ടാണ് ഇതൊക്കെ നിൽക്കണമെങ്കിൽ. ഇവൻ സംശയ നിവാരണം നടത്താമെന്നുള്ളതാണ്. സംശയ നിവാരണം നടത്താനുള്ള ക്ലാസ്സുകൾ ഇവിടെ ഇഷ്ടം പോലെയാണ്. ഇവിടെ തന്നെ ക്ലാസ്സിൽ തന്നെ എൻ്റെ മുഴുവൻ സംശയ നിവാരണമാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. ഈ വരുന്ന മൊയ്ലിയാന്മാരൊക്കെ വരുന്ന അതിനാണ് കൂടുതൽ വരുന്നത്. സംശയ നിവാരണം നടത്താം എന്നുകൊണ്ട് അതിന് ഗ്രന്ഥങ്ങളും നെക്കലുകളും കൊടുക്കാൻ അവിടെ ഉണ്ട്, ഗ്രന്ഥമുണ്ട്. ഒരാളെന്തെങ്കിലും വാദം നടത്തിയിട്ടുണ്ടെങ്കിൽ ഗ്രന്ഥങ്ങൾ എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും ഇവിടെ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ അടുത്ത് വന്നിട്ടുള്ള ഹൈദരാബാദിൽ നിന്ന് വന്ന ആളുകൾ സംശയം വന്നു കഴിഞ്ഞപ്പം ഞാൻ ഗ്രന്ഥത്തിൽ നെക്കല് കാണിച്ചു കൊടുത്ത്. നെക്കല് കാണിച്ചാൽ പിന്നെ വെള്ളം കണ്ടാൽ കുതിര നിൽക്കുന്നതിൻ്റെ വിഷയമാണ്. അത് കണ്ടാൽ പിന്നെ നിൽക്കുമല്ലോ. അത് സംസാരിച്ചാൽ നിൽക്കില്ല. അത് ഒരു അഭിപ്രായം പറയും. ഞാൻ ഗ്രന്ഥങ്ങളെടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ പിന്നെ ഒരിക്കലില്ലാതെ പറയാനില്ല, അധികാരിക ഗ്രന്ഥങ്ങളല്ലേ. അപ്പോൾ അതിൽ അതൊക്കെ നിൽക്കും ചെയ്യും, എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യും. കാരണം അപ്പോൾ ഇതുവരെ നടന്നു പോയിട്ടുള്ളത് സംശയ നിവാരണം അവിടെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ ആ 2 വാള്യം ഞാൻ ഇറക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ. ഇത് ചോദ്യങ്ങൾ എഴുതി ചോദിച്ചിട്ട് മറുപടികൾ അയച്ചു കൊടുത്തിട്ടുള്ള ഗ്രന്ഥം ഞാൻ അത് ശേഖരിച്ചിട്ട് ഞാൻ മൊത്തം 4 ഞാൻ 10ഓളം ഗ്രന്ഥം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ. അതിൽ 2 ഗ്രന്ഥം, ഒരു ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഈ ഗ്രന്ഥമാണ്, ഫത്താവാണ്. ഈ വിഷയത്തിൽ ഇവിടെ ഇന്ത്യയിൽ ഇവിടെ ആരും അങ്ങനത്തെ ഒരു വിഷയത്തിൽ ഒരു ഭാഷയിലും ഇറക്കിയിട്ടില്ല. ചോദ്യങ്ങൾ വന്നിട്ട് മറുപടി അയച്ചിട്ടുള്ള ഫത്വകളാക്കിയിട്ട് ഇപ്പോൾ വിക്കിലൊക്കെ ഫത്വല്ലേ, ഇതേ പ്രകാരം ഈ വിഷയത്തിൽ ഫത്വകളായിട്ട് ഇറക്കിയത് ആദ്യമായിട്ട് തന്നെ പറഞ്ഞതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കേട്ടറിവ് ഇതുവരെ ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആളുകൾ പറയുന്നു ആദ്യമായിട്ടാണ് നിങ്ങളത് നടക്കുന്നത്, ആളുകളൊക്കെ പറയുന്നുണ്ടെന്ന് മാത്രം മനസ്സിലായില്ല. ആ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്, സ്വന്തമായ അഭിപ്രായമല്ല പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു 3-ാം വാള്യം ഇപ്പോൾ അടുത്ത് ഇറങ്ങും ഇൻഷാ അല്ലാഹ്. 200ഓളം ചോദ്യങ്ങൾ ഇപ്പോൾ അതിൻ്റെ ശേഷം വന്നതുണ്ട്. അപ്പോൾ അതും ഒരു ഗ്രന്ഥമായിട്ട് മൂന്നാമത്തെ വാളവും ഇൻഷാ അല്ലാഹ്. എഴുത്തൊക്കെ ഒറ്റയ്ക്ക് തന്നെയാണോ? അല്ല, ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞ് ഞാൻ എഴുതിക്കാറാണ്. ഓക്കെ. എനിക്കിപ്പോൾ എഴുതാൻ്റെ കഴിയൂല. കാരണം ഇപ്പോൾ എൻ്റെ കണ്ണിന് 3 ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. കണ്ണിൻ്റെ ഞരമ്പിന് കഴിഞ്ഞു, സുഖമായ ഞരമ്പിൻ്റെ കഴിഞ്ഞു, തിമിരത്തിൻ്റെ 2 കഴിഞ്ഞു, ഹാർട്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ ഇപ്പോൾ അതിനൊന്നും ഇപ്പോൾ സാധിക്കില്ല. എഴുതാൻ എൻ്റെ എഴുത്ത് നല്ല എഴുത്തുമല്ല. അപ്പോൾ ഞാൻ കുട്ടികളെ കൊണ്ട് പറഞ്ഞിട്ട് അവരോട് ഇവിടെ വന്നിട്ട് അവർ എഴുതിയെടുക്കും. ഞാൻ പറഞ്ഞു കൊടുക്കും, അവരെഴുതും. അതങ്ങനെ ആക്കിയിട്ടാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഞാൻ ഞാൻ സ്വന്തമായിട്ട് എഴുതിയിട്ടല്ല. ഉസ്താദ്, ഈ ഫാറൂഖിയുടെ ഒരു വളർച്ച ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം എങ്ങനെയാണ് അത് നടക്കുന്നത്? അതിൻ്റെ ഉസ്താദ് തന്നെ പറഞ്ഞു അതിന് സാലറി ഒരു കമ്മിറ്റി ഞാൻ പറഞ്ഞില്ലേ അന്ന് ഫോം ചെയ്തു. 94 ആളുള്ള ഒരു കമ്മിറ്റി ഫോം ചെയ്തത്. അപ്പോൾ അന്ന് നമ്മൾ ഒരു സ്റ്റാഫിനെ വെച്ചിട്ട് മാത്രമാണ് തുടക്കം കുറിച്ചത്. നമ്മൾ വാങ്ങിയ ആ 1.5 സെൻറ്റ് സ്ഥലത്ത് ഒരു ഷെഡ് കെട്ടി. ആ ഷെഡിൻ്റെ ഫോട്ടോസൊക്കെ അവിടെ പാർക്കിൽ കിട്ടും. മനസ്സിലായില്ലേ? ഒരു ഷെഡ് കെട്ടിയിട്ട് ഒരു സ്റ്റാഫിനെ അവിടെ ഉസ്താദായിട്ട് നിർത്തി. മനസ്സിലായി? അന്ന് 2000 റുപ്യ ആ സ്റ്റാഫിന് ശമ്പളമാണ്. സ്റ്റാഫിന് അത്യാവശ്യം ഒരു ബികോം പാസ്സായതും ദർശിയായിട്ട് ഓതിയിട്ടുള്ള ഒരു മൈലിയാരന്ന് സ്ഥാപനത്തിൽ നിർത്തി. ഇവർ അന്ന് പഠിപ്പിക്കുമ്പോൾ അന്ന് ശമ്പളം 2000 റുപ്യാണ്. അത് നമ്മൾ മെമ്പർമാർ തന്നെ എടുത്തിട്ടാണ് അന്ന് അത് കൊടുക്കാറുള്ളത്. അത് അങ്ങനെ പുരോഗമിച്ച് ഇങ്ങനെ വന്ന് നമ്മൾ ഈ മാർക്കസിൽ ഫാറൂഖിയിൽ 66 മെമ്പർമാരുണ്ട്. ജനറൽ ബോഡി മെമ്പർ 66 ആളുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വളരെ ലോ ക്വാളിറ്റിയിലുള്ള ആളുകളുണ്ട്, ഹൈ ക്വാളിറ്റിയിലുള്ള ആളുകളും കമ്മിറ്റി മെമ്പർമാരുണ്ട്. അത് വ്യത്യസ്ത സംഘടനകളിലുള്ള ആളുകളും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലും വളരെ ഐക്യത്തിലും നമ്മൾ ആജ്ഞാപ്രകാരം മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ തുള്ളിൽ അനൈക്യം വരേണ്ടത് പ്രത്യേകം ഞാൻ ഊന്നി പറയുന്നത് കൊണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടുന്ന് പഠിച്ചു പോയ കുറേ വിദ്യാർത്ഥികളുണ്ട്. അതിന് ശേഷം എന്നിൽ നിന്ന് പഠിച്ച ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇപ്പം ഔക്കാഫിൻ്റെ കീഴിൽ യുഎയിലൊക്കെ പല പള്ളികളിലും ജോലി ആവശ്യാർത്ഥം നിൽക്കുന്നുണ്ട്. ഇവരോടൊക്കെ പറഞ്ഞിട്ട് ഒരു കുട്ടീനെ സ്പോൺസർ ചെയ്യുക. നിങ്ങളാരും 5 പൈസ മെനക്കെടുത്തിട്ട് ചിലവാക്കിയിട്ട് പഠിച്ചതല്ലാതെ. അപ്പോൾ നിങ്ങൾ അതേമായി തന്നെ മറ്റുള്ള കുട്ടികൾക്ക് നിങ്ങളും. ഇപ്പം എത്ര കുട്ടികൾ അവിടെയുണ്ട്? ഇവിടെ 100 ചില്ലാനം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവിടെ നിന്ന് പഠിക്കുന്ന കുട്ടികൾ. അല്ലാതെ വന്ന് പഠിക്കുന്ന 150 ആളുകൾ വേറെ വിദ്യാർത്ഥികളൊന്നും പഠിച്ചു പോകുന്നുണ്ട്. ഇവിടെ 6ാമത്തെ ക്ലാസ്സിൽ 150 ആളുകളും ഈ 7 ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്ന് പഠിച്ചു പോകുന്നവരുണ്ട്. ഒക്കെ മൗലവിമാരാണ്. ഈ കേരളത്തിൻ്റെ അകത്തും പുറത്തുള്ള 34ഓളം കോളേജിൽ പഠിച്ച് ഡിഗ്രി എടുത്ത ആളുകൾ വന്ന് പഠിക്കുന്നുണ്ട്. ഇവിടെ 34 കോളേജിൽ നിന്നുള്ള പഠിതാക്കൾ വന്നിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി എടുത്ത ആളുകൾ, വ്യത്യസ്ത ടൈറ്റുകളുള്ള ആളുകളൊക്കെ ഇവിടെ ഒരൊറ്റ പിന്നെ പ്ലാറ്റ്ഫോമിൽ ഒന്ന് പഠിക്കുന്ന അർത്ഥം. ഇവിടെ ഒരു അനേക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതാണ് ഇപ്പോൾ ഇവിടെ സുന്നത്ത് ജമാഅത്ത് ഞാൻ കാണുന്നു. അവർ എല്ലാം കൂടിയാണ് ഇപ്പോൾ ഈ മെമ്പർമാരും ഈ യുഎയിലുള്ള നമ്മൾ ഔക്കാഫിൽ നമ്മൾ എൻ്റെ അടുത്ത് പഠിച്ച കുട്ടികൾ മാത്രം.
എല്ലാ ആളുകളിൽ നിന്നില്ല, എൻ്റെ അടുത്ത് പഠിച്ച കുട്ടികളിൽ നിന്നും ഒരു കുട്ടീനെ സ്പോൺസർ ചെയ്തവരും അത്യാവശ്യം തരാൻ പറ്റുന്ന പൈസ തരാൻ പറ്റുന്ന ആളുകൾ, മെമ്പർമാരിൽ തന്നെ 1000, 2000, 5000 തരുന്ന കുട്ടികളുണ്ട്. അങ്ങനെ എല്ലാം കൂടി കൂടിയിട്ട് പിന്നെ ഡൊണേഷൻ കിട്ടുന്ന ഡൊണേഷനായിട്ട് കിട്ടുന്ന കൂടിയിട്ട് 3.25 ലക്ഷം റുപ്യ ഒരു മാസം ചിലവാണ്. 7 ഉസ്താദന്മാർ ഇപ്പോൾ അവിടെ ഫാറൂഖിയിൽ പഠിപ്പിക്കുന്നവരുണ്ട്, ഒരു മാനേജറുണ്ട്, ഒരു ക്ലീനറുണ്ട്, 2 ഭണ്ഡാരികളുണ്ട്, മനസ്സിലായില്ലേ? ഇങ്ങനെ എല്ലാം കൂടി 10-14 സ്റ്റാഫുകളുണ്ട്. അപ്പോൾ ഇവരെ ശമ്പളവും ഈ വിദ്യാർത്ഥികൾക്കുള്ള ഈ ഭക്ഷണ ചെലവുമായിട്ട് ഇപ്പം 3.25 ലക്ഷം റുപ്യ ഒരു മാസം ചിലവ് വരുന്നുണ്ട്. അള്ളാഹിൻ്റെ തൗഫീഖോട് കൂടിയിട്ട് 5 പൈസ കടമായിട്ടില്ല ഇതുവരെ. പല സ്ഥാപനങ്ങളും കട മനസ്സിലാ അള്ളാഹിൻ്റെ തൗഫീഖ് കൂടിയിട്ട് അള്ളാഹിൻ്റെ തൗഫീഖ് പറയാൻ നിവൃത്തിയില്ല. കാരണം ഉസ്താദിൻ്റെ ഒരു ദ്വാ വയ്യിലുണ്ടാവുമല്ലോ എപ്പോഴും, മരണശേഷം അവരെ ദ്വാ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ പറഞ്ഞിട്ടാണ് നമ്മളിത് തുടങ്ങുന്നത്. അപ്പോൾ അവരെ ആ ഒരു ദ്വാ കൊണ്ട് ഇത് മുന്നോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇതുവരെ 5 പൈസ കടമില്ലാതെ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ആ 10 സെൻറ്റ് സ്ഥലം കൂടാതെ കണ്ടിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ 80ഓളം സെൻറ്റ് സ്ഥലം അവിടെ നമ്മളെ പിന്നെ ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിന് അവിടെ വാങ്ങിയിട്ടുണ്ട്. ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിന് അവിടെ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവിടുത്തെ സ്ഥാപനമുണ്ട്. ഇപ്പോൾ അവിടെയുണ്ട് വിദ്യാകാര ആ സ്ഥാപനം. 2 സ്ഥാപനത്തിൽ ഇപ്പോൾ പഠനം നടക്കുന്നുണ്ട്. ഇനിയും വ്യാപിപ്പിക്കണം. ഒരു സ്ഥാപനം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. അത് പണി പൂർത്തിയാകാതെ നിൽക്കുകയാണ്. അത് എടുക്കുന്ന ആൾ മരണപ്പെട്ടതിൻ്റെ പേര് തൽക്കാലം പണി നിർത്തിവെച്ചതാണ്. ഇൻഷാ അല്ലാഹ് അതിനെ പണി തുടർന്ന് കഴിഞ്ഞാൽ ഇനി വ്യാപകമാക്കാനുള്ള ഉദ്ദേശമാണ്. പല കോഴ്സുകളും തുടങ്ങാനുള്ള ആഗ്രഹങ്ങളുണ്ട്. പല ആഗ്രഹങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട്. പക്ഷെ അതൊക്കെ ഇനി ആ ബിൽഡിങ്ങിൻ്റെ പണി കഴിയണം ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ നടന്നു പോകുന്നത് നമ്മളിൽ നിന്ന് പഠിച്ച കുട്ടികളതും നമ്മളെ മെമ്പർമാരുടെ സഹകരണങ്ങളും കൊണ്ടും ചില മറ്റുള്ള അധികാംക്ഷികളിൽ നിന്നും കിട്ടുന്ന സംഭാവനകൾ കൊണ്ടും ഫാറൂഖിയെ അറിഞ്ഞ ആളുകൾ അവരെ അകമഴിഞ്ഞ് സഹായിക്കുന്നത് കൊണ്ടിട്ടും മുന്നോട്ട് പോവുകയാണ്. സ്ഥിരമായിട്ടുള്ള സംവിധാനമെങ്കിലും ഒരു 1000-1000 റുപ്യ സ്ഥിര വരുമാനമുള്ളൂ നമുക്ക്. വേറെ സ്ഥിര വരുമാനമൊന്നും ഇതുവരെ ഇല്ല. അപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, സ്ഥിര വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നല്ല, അതിനുള്ള പറ്റിയ ആളുകൾ നമ്മളെ കയ്യിലൊക്കെ വന്നിട്ടില്ല. നമ്മളെ കമ്മിറ്റിക്കാർ അതിന് യോഗ്യത ഇല്ലാത്ത ആളുകളായതുകൊണ്ടാണ്. യോഗ്യതയുള്ള ആളുകൾ കമ്മിറ്റിയിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ വന്നു കഴിയുമ്പോഴും അല്ലെങ്കിൽ അള്ളാഹിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ഉള്ള കമ്മിറ്റിക്ക് തന്നെ ഉഷാറാക്കാൻ പറ്റും. ഏതായാലും ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ തൗഫീഖോട് കൂടിയിട്ട് ഈ കാലം അത്രയും ഒരു കട ഇല്ലാതെ കണ്ടിട്ട് ഈ നിലയിൽ നല്ല നിലക്ക് പോയിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെ അള്ളാഹിൻ്റെ തൗഫീഖ് ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഇൻഷാ അല്ലാഹ്. ഇനി സ്ഥിരവരുമാനം ഉണ്ടാക്കണം. ഒരു ബനാത്തിൻ്റെ കോളേജ് ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടപ്പോൾ സ്ഥാപനം അവിടെ ഒന്ന് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ബനാത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതേമാതിരി ഒരു പ്രീ സ്കൂൾ ഉണ്ടല്ലോ, ആ സംവിധാനത്തിൻ്റെ ഉദ്ദേശമുണ്ട്. ശരീരത്ത് കോശനെ വ്യാപകമാക്കാനുള്ള ഉദ്ദേശമുണ്ട്. പിന്നെ ഭൗതികമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ 9, 10 എന്നീ ക്ലാസ്സുകൾക്ക് അവിടെ ട്യൂഷൻ കൊടുത്തിട്ട് അവിടെ തന്നെ പരീക്ഷയ്ക്ക് ഇരുത്തുന്നുണ്ട്. പിന്നെ +1, +2 പഠിപ്പിക്കുന്നുണ്ട്. ഡിഗ്രിക്ക് ക്ലാസ് നിർത്തുന്നുണ്ട്. PG വരെ പഠിപ്പിക്കാനുള്ള ഉദ്ദേശമാണുള്ളത്. അപ്പോൾ അതും അതിൻ്റെ കുറിച്ച് ഭൗതികമായിട്ട് സമന്വയമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാം സ്വകാര്യമായിട്ട് നടന്നു പോകാമെന്ന് മാത്രമേ ഉള്ളൂ. വ്യാപകമായിട്ടും ഒന്നും അർത്ഥത്തിൽ എത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അത് നിങ്ങളെപ്പോലത്തെ ആളുകളെ ഞാൻ വ്യാപിപ്പിച്ചിട്ട് പ്രചരിപ്പിച്ചാലും ഇൻഷാ അല്ലാഹ് ആവുന്നുള്ള പ്രതീക്ഷ ഉണ്ട്. ഏതായിരുന്നാലും അറിയുന്തോറും വീണ്ടും അറിയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതിൻ്റെ ആഴവും പരപ്പും എത്രമാത്രമുണ്ടോ അതിനെ തേടിപ്പിടിക്കാൻ ആളുകൾ എത്തുന്ന ഒരിടത്താണ് ഞാനും ഉള്ളത്. ഇത്രയും സമയം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് റസാഖ് ഉസ്താദാണ്. ഉസ്താദിൻ്റെ ഈ ഒരു ചെറിയ സംഭാഷണത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഉസ്താദിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും പ്രാർത്ഥനകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. waytonikah.com, the exclusive Muslim matrimonial site.